അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് പാമ്പിനിരിക്കാൻ സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞാൽ ഒരു തെങ്ങിൻ മൂടെങ്കിലും പാമ്പിനായിട്ട് എടുത്തു വയ്ക്കുക, അവനവിടെ താമസിച്ചോളും. അപ്പോൾ അനാവശ്യമായിട്ട് പാമ്പിൻ്റെ ഉപദ്രവം ഒഴിവാക്കാൻ, പാമ്പ് ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന് പാമ്പിനെ മുഴുവൻ പിടിച്ചു മാറ്റുക എന്നുള്ളൊരു സിസ്റ്റം നല്ലതല്ല. നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മരമെങ്കിലും വയ്ക്കാൻ പറ്റിയാൽ, ഒരു കിളിക്കിരിക്കാനുള്ള ഒരു മരക്കൊമ്പുണ്ടെങ്കിൽ, ഒരു പാമ്പിനിരിക്കാനുള്ള ഒരു പൊത്തുണ്ടെങ്കിൽ അവനവിടെ ഇരുന്നോളും, അവനിങ്ങോട്ട് വരില്ല. ഈശ്വര ഇത്തവണ വിളക്ക് നടത്തിയിട്ടില്ല, പാമ്പിന് ബലി നടത്തിയില്ല, അപ്പോൾ ഇത്തവണ ഒരു വിളക്കും പാമ്പും പൂജ ചെയ്തേക്കാന്ന് പറയും. ദർ ഇസ് എ സയൻസ്, അതിലൊരു ഫിലോസഫി ഉണ്ട്, സ്പിരിച്വലുണ്ട്, അപ്രോച്ചുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ഒരു ദർശനമുണ്ട്, ജീവിത രീതിയുണ്ട്, ധാരാളം നമുക്ക് പഠിക്കാൻ, ഇംപ്ലിസിറ്റ് വാല്യൂസ് ഉണ്ട്. എല്ലാ കാലത്തും മനുഷ്യൻ അമ്പരപ്പോടെ നോക്കുന്ന ഒരു സംഗതിയാണ് ഈ കാട് എന്ന് പറയുന്നത്. ഇന്ന് ട്രെക്കിങ്ങും അല്ലെങ്കിൽ കാട് കാണാൻ പോകലും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഒരു അത്രയും 1980-കളിലാണ് സാറ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ MSc ഫോറസ്ട്രി എടുക്കുന്ന ആദ്യത്തെ ബാച്ചിൽ ഒരാളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക്? അത് ഇഷ്ടപ്പെട്ട് തന്നെ പോയതായിരുന്നോ അതോ? അതെ, വനം വളരെ ഇഷ്ടപ്പെട്ട് പോയതാണ്. ഞാൻ 3 പ്രാവശ്യം പോയി, 3ാമത്തെ പ്രാവശ്യം സെലക്ഷൻ കിട്ടിയത്. അത്ര താല്പര്യമായിരുന്നു? അതെ അതെ. ആദ്യം നമ്മൾ ആദ്യകാലത്തൊക്കെ പ്രകൃതി ചികിത്സയൊക്കെ ആയിരുന്നു, വണ്ണം തീരെയില്ല, ചെസ്റ്റ് വണ്ണം കുറവാണെന്ന് പറഞ്ഞ് വിട്ടു ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് നോക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം അതിനുവേണ്ടി ഈ പ്രകൃതി ഒന്നും നോക്കാണ്ട് ഭക്ഷണം അങ്ങനെ പ്രകൃതി ജീവനത്തിനൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ. അപ്പോൾ വണ്ണം ഇത്തിരി കുറവായിരിക്കും. പിന്നെ ചെറുതായിട്ട് പഠിച്ച് പിന്നെ ഓരോ പ്രാവശ്യം ഇവിടെ 24 കിലോമീറ്റർ നടക്കുക കമ്പൾസറിയാണ്. അതായത് ഗാർഡ് തൊട്ട് DF വരെയുള്ള പോസ്റ്റിൽ, എല്ലാ പോസ്റ്റിലേക്കും ഫോറസ്റ്റിൽ വാച്ചർ തൊട്ട് 24 കിലോമീറ്റർ 4 മണിക്കൂറിനും നടന്നെത്തണം. അപ്പോൾ ഒരു അസുഖമുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറ്റില്ല. 4 മണിക്കൂർ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് ഈസിയാണ്, പക്ഷെ അല്ലാത്ത പാടാണ്. അപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ സെലക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു മേഖല? അങ്ങനെ ആർക്കും പരിചയമുള്ളൊരു മേഖലയല്ലല്ലോ ഈ ഫോറസ്റ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ പഴയ യൂറോപ്യൻ കാലം തൊട്ടുള്ള ട്രെയിനിങ് ആണ്. ആ രീതിയിൽ പണ്ട് പറയും, നമ്മൾ പേര് കൺസർവേറ്റേഴ്സ് എന്നാണെങ്കിലും എല്ലാം മരം വെട്ടി വിൽക്കുന്ന പണിയാണ് ആദ്യകാലത്ത് പഠിപ്പിച്ചിരുന്നത്. 80-കൾക്ക് ശേഷമാണ് ഒരു മാനേജ്മെൻറ്റിൽ വ്യത്യാസം വന്നത്. നേരെ മറിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ഒരു അറിവ് എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞത് അദൃശ്യനായിട്ടുള്ള ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായിട്ടാണ് നമ്മൾ ഈശ്വരനെ കണ്ടിരുന്നത്. ഈശ്വരൻ്റെ ലീലാവിലാസം, ഈശ്വരൻ്റെ അത്ഭുതം കാണി കാട്ടിലേക്ക് നോക്കാൻ. അവിടുത്തെ നാനാജാതി ജന്തുക്കൾ, എങ്ങനെ അവർക്കൊരു ഡിവൈൻ ഗൈഡൻസ് കൊണ്ട് ജീവജാലങ്ങൾ ജീവിക്കുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കും. നമ്മളിവിടെ ഇപ്പോൾ നാട്ടിൽ ഇത്രയും കുഴപ്പം, വിഷമടിക്കുക, ബോംബ് പൊട്ടിക്കുക, എന്നിട്ട് ഈ ജീവികൾ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ നിന്നൊരു വഴികാട്ടലുണ്ട്. നമ്മൾ പറയില്ല, അഞ്ജന ശ്രീധരാചാര്യമൂർത്തി കൃഷ്ണ ഉള്ളിൽ നീ വന്ന് വിളങ്ങണം ഈശ്വരൻ. അങ്ങനെ ഈശ്വരൻ ഉള്ളിൽ വന്ന് വിളങ്ങണം. അത് പ്രകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ച് പഴയ മഹർഷിമാരൊക്കെ അങ്ങനെയാണ് ലിവ് ഇൻ കോംപ്ലിമെൻ്ററി വിത്ത് നേച്ചർ, മെഡിറ്റേറ്റ് വിത്ത് നേച്ചർ. ആ പ്രകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഞാനും പ്രകൃതി വേറെ അല്ല എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഒരു എളിമ വേണം. ഞാനൊരു ഇതിൻ്റെ സാധാരണ സ്പീഷീസ് പോലെയാണ്. എനിക്കൊരു മേൽക്കോയ്മ ഉണ്ടെങ്കിൽ സാധിക്കില്ല. ഈശ്വരൻ്റെ നാനാജാതി സ്പീഷീസിൽ കാരണം ഈശ്വരനൊരു കയ്യബദ്ധം പറ്റിയൊരു സ്പീഷീസ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ സ്പീഷീസും ആവശ്യമുള്ളത് തന്നെയാണ്. വേണ്ടത് വേണ്ട സ്ഥലത്ത് വേണ്ട കാലത്ത് വരും. അങ്ങനെയാണ്. ഇപ്പോൾ ധ്രുവപ്രദേശത്തുള്ളൊരു സാധനത്തെ കൊണ്ട് നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ മരുഭൂമിയിലുള്ള ഒരു സ്ഥലത്തെ കാട്ടിക്കൊണ്ടിടാൻ പറ്റില്ല. നമ്മുടെ പറമ്പിലുള്ളതിന് ഒരു സ്ഥലത്തെ കാട്ടിക്കൊണ്ടിട്ടാൽ ചിലപ്പോൾ സർവൈവ് ചെയ്യില്ല. നമ്മളാണ് ഈ ഇൻട്രൊഡക്ഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഓരോന്നിൻ്റെ സ്ഥലവും പൊസിഷൻ സ്ഥാനം വരെ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുകൂലമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതെല്ലാം അത്ഭുതമാണ്. പ്രകൃതിയിൽ ഒരു പ്രശ്നമില്ല. ശരിക്കും നമ്മളിത് ആസ്വദിക്കാൻ സാധിച്ചാൽ ഈ ഈശ്വരൻ്റെ ഭാവനാവിലാസം അല്ലെങ്കിൽ നേച്ചറിൻ്റെ കോസ്മിക് പവർ, ആ ബ്രഹ്മത്തിൻ്റെ ശക്തി ആസ്വദിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിൽ നോക്കിയാൽ ഡെയിലി നമുക്ക് ആനന്ദമാണ്. ഭയങ്കര അത്ഭുതം. നമുക്ക് കണ്ടാലും അതിൻ്റെ തിയറി കൂടുതൽ റെവലേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ കാണാൻ സാധിക്കണം. ഈ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ജോലി കിട്ടി പോവുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെയുള്ള ഒരു അനുഭവം എന്തായിരുന്നു? ജോലി കിട്ടിയാൽ ഇവർക്ക് നമുക്ക് വിഷമം വന്നൊരു സംഗതി ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട്. നമുക്കറിയാത്ത കാട്ടിൽ. അപ്പോൾ ഞങ്ങളെ സത്യമംഗലം, ഭവാനി ആ ഏരിയയിൽ കൊണ്ടുപോയി വിട്ടത്. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് വിട്ടിട്ട് ഒരു മാപ്പ് വരും, ഒരു കോമ്പസ് വരും, എവിടെയെങ്കിലും ഇറക്കി വിട്ടും വേണ്ട സ്ഥലത്ത് എത്തണം. അപ്പോൾ അതിനു മുമ്പ് വലിയ തിയറിയൊന്നും നമ്മളെ പഠിപ്പിച്ചില്ല. കാരണം കാട്ടിൽ കറങ്ങി ഒറ്റയ്ക്ക് നടന്ന് പേടി മാറണമെന്നും കൂടി ഉണ്ടാവും തിയറിയുടെ. ശരിക്കും ഒരു ഗ്രാഫ് റീഡിങ് കോമ്പസ് ഒറ്റയ്ക്കല്ല വിടും.
പല സ്ഥലത്തായിട്ട് ഇറക്കി വിടും. പക്ഷെ അവർക്കറിയാം എവിടെ വിട്ടേക്കണമെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ അവിടെ വിടുന്നത്. പക്ഷേ നമ്മളൊരു 4 മണിക്കൂറിനകം ഈ ഉദ്ദേശിച്ച സ്ഥലം, അതിൻ്റെ ഇടയ്ക്ക് കാട്ടിൽ തന്നെ പല സ്ഥലത്ത് സ്റ്റേഷൻസ് ഉണ്ടാവും. ഓറിയൻറ്റേഷൻ എക്സസൈസ് എന്ന് പറയാം. 4 സ്റ്റേഷനിൽ പോയിട്ട് അവിടെ സീലുണ്ടായിരിക്കും. ആ സീൽ ഇതിൽ കുത്തണം. ആ മരത്തുമ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അത് കുത്തി ഒരിക്കലും അറിയാത്ത സ്ഥലത്ത് പോകണം. അപ്പോൾ കൊടുങ്കാട്ടിൽ ആന ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കഷ്ടം കാണുമ്പോൾ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വര ഇത് പെട്ടുപോയല്ലോ. ഞങ്ങളുടെ ബാച്ചിൽ ഒരാൾ LLB പാസ്സായ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആൾ, അയ്യോ ഈ എനിക്ക് പറ്റില്ല ഇപ്പോൾ പുള്ളി അന്ന് പിറ്റേ ദിവസം രാജിവെച്ചു. ഇവിടെ മര്യാദയ്ക്ക് കോടതിയിലിരിക്കുന്ന ഈ കാട് ഇഷ്ടമായിട്ട് വന്നാണ്. ഇതിങ്ങനെ ജീവനെ പേടിച്ചപ്പെടുന്ന കാര്യമാണെന്ന് അറിയില്ല. ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ 2 ആനകൾ ഗുസ്തി വിടുന്ന കണ്ടു, തമ്മിൽ തല്ലുന്നു. ഭയങ്കര പേടിയായിരുന്നു അത്. പക്ഷേ ആന എന്നിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ വിളിച്ച് അതിൻ്റെ അടുത്താണ് എൻ്റെ സ്റ്റേഷൻ്റെ സീൽ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന ഒരു ദിവസം നിന്ന് അതൊക്കെ എടുത്ത് ഓടിപ്പണിച്ച് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആന കാണുമ്പോൾ നമ്മൾ ഉടനെ മാറിപ്പോലോ. അപ്പോൾ എൻ്റെ ഓറിയൻറ്റേഷൻ എൻ്റെ തന്നെ ഇത്തിരി തെറ്റി. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വൈകി വിചാരിച്ചല്ലോ കാണും. എന്നാലും ഒരു നേരത്തെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എല്ലാവർക്കും ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ആദ്യമായതുകൊണ്ടാണ് കൂടുതൽ സമയം വയ്ക്കുന്നത്. അതൊരു പ്രയാസമായിട്ടുള്ള സംഗതി. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇവിടെ നടക്കുമ്പോൾ പഠിക്കാനും നമുക്ക് പ്രയാസമില്ല. കാരണം കാടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനം. കണ്ണും കാതും തുറന്നു നോക്കിയാൽ കാണുന്നതാണ് ഫോറസ്റ്റ്. എല്ലാ ശാസ്ത്രവും അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു ഉത്സാഹത്തോടുകൂടി ഔത്സുകതയോടുകൂടി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും. ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് ഒരിക്കൽ ആ ഡാമിന് വേണ്ടി എനിമേഷൻ നടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എനിമേഷൻ നടന്നു. ഉടനെ DF പറഞ്ഞു നിങ്ങൾ 2 പേരും അവിടെ പോയിക്കോന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്ത് ഷെയ്ഖ് എന്ന് പറഞ്ഞ റേഞ്ച് ഓഫീസറാണ്. ഞങ്ങൾ 2 പേരും കൂടി പോയിട്ട്, അപ്പോൾ ഒരു ഡ്രൈവറുണ്ട്. അപ്പോൾ പോയി മരങ്ങളൊക്കെ അളവെടുത്ത് വരണം, പുസ്തകം ഇതൊക്കെ ഉച്ചയ്ക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഡ്രൈവർ ഒരു കൊക്കയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഡ്രൈവർ ജീപ്പ് മുകളിൽ നിർത്തി താഴെ ഇറത്തി കഴിഞ്ഞാൽ ഭൂം എന്നുകൊണ്ട് ആന പെട്ടെന്ന് ചാടി വന്നു. ആനയും ഈ വേനൽക്കാലത്ത് ഇതുപോലത്തെ തണുപ്പുള്ള താഴ്ന്ന പ്രദേശത്ത് ഇത്തിരി ചോല ഉണ്ടാവുമല്ലോ, അവിടെ ആനകൾ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മളവിടെ ചാടും. നമ്മൾ അന്തം വിട്ട് അവിടെ നിന്ന് ചാടി ഓടി മുകളിലെത്തുമ്പോൾ ഈ ആനയുടെ ശബ്ദം കേട്ടു ഡ്രൈവർ വണ്ടി എടുത്തു പോയി. ഡ്രൈവർ അവൻ്റെ ജീവൻ കൊണ്ടുപോയി. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കര പേടിച്ചു. എന്തുകൊണ്ട് പോകണം, പിന്നെ എങ്ങോട്ട് പോകണം എന്നറിയില്ല. ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങി പോകാനറിയാം, ജീപ്പ് ആദ്യമായിട്ട് അവിടെ വരികയല്ലേ. അതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ആനയാണ് ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത് അങ്ങനെയില്ല. ഞാൻ ആനയുടെ തന്നെ പറമ്പിക്കുളത്ത് റേഞ്ച് ഓഫീസറായിട്ട് തൂണക്കടവിനടുത്ത് കണ്ണിമാലത്തേക്കിൻ്റെ അടുത്തേക്ക് അപ്പോൾ നടന്നു പോകണം. അപ്പോൾ ഇതായിട്ടൊരു ആദിവാസി ആയിട്ടുള്ള ഒരാൾ വാച്ചറുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുപോയി. ചെറുപ്പം തൊട്ട് ജനിച്ചു വീണാനെ കാട്ടിലാണല്ലോ. പക്ഷെ പെട്ടെന്ന് ആനയുടെ ഒരു ശബ്ദം കേട്ട് ആന പെട്ടെന്ന് വരുന്നതുകൊണ്ട് സാർ ഓടിക്കുമെന്ന് അവൻ പറഞ്ഞു. പിന്നെ ഇവനെ കാണാനില്ല. അപ്പോൾ ഞാൻ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറാനൊക്കെ ആ സമയത്ത് തന്നെ പഠിക്കുകയാണ്. ഇതൊരു മരത്തിന് മുകളിൽ ഇങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. മരത്തിന് മുകളിൽ എങ്ങനെ കയറി താഴെ തിരിച്ചു പോയി. ഇവനെ കാണാനില്ല. എന്ത് പേരിയാവണത് ഇപ്പോൾ തിമ്മപ്പ അങ്ങനെ എന്തോ പേരാണ്. അപ്പോൾ തിമ്മപ്പ ഉറക്കെ വിളിച്ചിട്ട് ഇവനെ കാണാനില്ല. അവസാനം നോക്കിയപ്പോൾ ഈ ആന ഒരു കൽവർട്ട് അല്ല ഒരു ഡ്രെയിനേജ് ഉണ്ടല്ലോ, ഡ്രെയിനേജിനുള്ള ചാലിൻ്റെ ഉള്ളിൽ ഇവൻ ബോധം കെട്ട് കിടക്കും. അവൻ ബോധം കെട്ട് 2 ദിവസം പനി പിടിച്ചു. പൊതുവെ ഇവരെ ആദിവാസികളെ കൊണ്ടുപോയ ഗുണം അവർക്ക് മൃഗങ്ങളെ എവിടെ സഞ്ചരിക്കുന്ന നേരത്തെ അറിയാൻ കഴിയും. ആർട്ടിഫിഷ്യലായിട്ട് ഈ സോപ്പ് വാസന ഇത് സെൻറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അവരുടെ സാധനം ഒരുവിധം സെൻസിറ്റീവായിരിക്കും. നമ്മളൊക്കെ ധാരാളം സ്പ്രേയും അത് ഇതൊക്കെ ഉപയോഗിച്ച് വാസന സോപ്പ് ഉപയോഗിച്ച് കോൾഗേറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാസന മൃഗങ്ങൾക്ക് നേരത്തെ കിട്ടും. അപ്പോൾ അവർ മര്യാദയ്ക്ക് ഒളിച്ചു വെക്കും. അപ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് പോകുമ്പോൾ ഇവരുടെ മുമ്പിൽ പെടും. അപ്പോൾ കാട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ശരിക്കും വാസന സോപ്പ് ഇങ്ങനത്തെ സാധനം സെൻറ്റൊന്നും ഉപയോഗിക്കരുത്. ടൂത്ത് പേസ്റ്റ് വരെ അങ്ങനെ സാധാരണ വെച്ച് ഉപയോഗിക്കണം. ഉമിക്കരിയൊക്കെ പറ്റി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്മെല്ല് കിട്ടില്ല. മൃഗത്തെ നമുക്ക് ആദ്യം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒളിച്ച് നിൽക്കാം. മറ്റേ അവരെ ഒളിച്ച് നിന്ന് അവരുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആനയ്ക്കൊക്കെ ഒരു ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് എല്ലാ മൃഗങ്ങൾക്കുണ്ട്. ക്രിട്ടിക്കൽ മിനിമം ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പെടാൻ പാടില്ല. പെട്ട് കഴിഞ്ഞാൽ അവരടിക്കും. അങ്ങനെയാണ്. അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അതുവരെ ഞെട്ടിപ്പോവും. ഇപ്പോൾ നമ്മളാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിൽ പെട്ടെന്ന് കൈ നമ്മൾ തട്ടിക്കളയല്ലോ അറിയാതെ. അവയാരുടെ ഒരു കവിതയുണ്ട്. ആടിക്ക് 10 മുഴം, മാട്ടിക്ക് 20 മുഴം, കുതിരയ്ക്ക് 30 മുഴം, ദുർജനരിക്ക് തെരിയാത്ത ദൂരത്തിലേ പോക വേണ്ടുന്നു. ആടുമാടിനൊക്കെ 10 മുഴമാണ്, കുതിരയ്ക്കൊക്കെ 20 മുഴം, ആനയ്ക്ക് 30 മുഴമാണ്. ഈ 30 മുഴത്തിൻ്റെ ഉള്ളിൽ അപ്രതീക്ഷിതമായിട്ട് ചെല്ലാൻ പാടില്ല. 1 മുഴം എന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്റർ. എന്നിട്ട് ദുർജനങ്ങളാണെങ്കിൽ അറിയാത്ത ദൂരം ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ പോകണം. അതല്ലേ ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു
ഈ സജ്ജന സംസർഗം വേണം ദുർജന സംസർഗം ഒഴിവാക്കണം എന്ന് പറയാൻ വേറെ കവിതയാണ്. പക്ഷേ അതിലൊരു തിയറി ഉണ്ട്. ആ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഉള്ള അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ കോടനാട് ഒരു 10-30 കൊല്ലം മുമ്പുണ്ടായി. മാനെ നോക്കുന്ന ഒരാൾ പെട്ടെന്ന് കൊമ്പ് കുത്തി. അതിൻ്റെ ഒരു 3 അടി 4 അടിയാണ്. ആ ഡിസ്റ്റൻസിൽ ടക്കെന്ന് നമ്മൾ എത്താൻ പാടില്ല. അപ്പോൾ അവർ പേടിച്ച്, അവർ നമ്മൾ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പേടിച്ച് കൊതറുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽപ്പെടും. അപ്പോൾ ആ ഒരു ശാസ്ത്രം അറിയാം. അതുകൊണ്ടാണ് വനം വകുപ്പുകാർ ഇക്കോളജിസ്റ്റുകളൊന്നും ഇതുവരെ അപകടത്തിൽപ്പെട്ടിട്ടില്ല. അല്ലാതെ മിക്കവരും ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള മദ്യപിച്ച് മയക്കുമരുന്നടിച്ച് അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് പോകുന്ന ആൾക്കാരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കാട്ടിൽ പോകാനായിട്ട് അതിൻ്റെ ഒരു ശാസ്ത്രം അറിയണം. ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു അറിയണമല്ലോ. ഈ അന്ന് ജോലി തുടങ്ങി, അപ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ കാടിനെക്കുറിച്ച് പൊതുവേ അപ്പോൾ അവിടെ പോകുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് കാട് പോയി. ഇപ്പം അടുത്ത് തന്നെ ഒരു ചർച്ചയുണ്ടായി, 4 ദിവസം ഒരു കുട്ടിക്ക് കാട്ടിൽ നിൽക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു ചർച്ചയൊക്കെ ഉണ്ട്. എങ്ങനെ പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എന്താണ് ഈ ഒരു ഇപ്പോൾ നമ്മൾ കാട് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ട്രക്കിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ ടൂറിസം എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാടാണെങ്കിലും വെള്ളമാണെങ്കിലും കടലാണെങ്കിലും അറിയാത്ത സ്ഥലത്ത് പോകരുത്. അതിനു മുമ്പ് പോയി പരിചയമുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഗൈഡൻസിൽ ആദ്യത്തെ 1-2 പ്രാവശ്യം പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അപകടങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ കാടാണെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ഏരിയ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഒറ്റയാൻ നടക്കുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ചില പാമ്പുകളുള്ള സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ വിഷജന്തുക്കൾ വേറെ എന്തെങ്കിലും ഉള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അത് നമ്മൾ അറിയണം. അല്ലെങ്കിൽ പുഴയാണെങ്കിൽ ഇപ്പോൾ ചുഴി ഉണ്ടായിരിക്കും. അപ്പോൾ അറിയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ പറഞ്ഞില്ല, അവർ ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് അവർക്കറിയാം ഇന്നലെ അവിടെ ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ കടുവ ഉണ്ടാവും, അല്ലെങ്കിൽ മാനുണ്ടായിരിക്കും എന്ന് അവർക്കറിയാം. അപ്പോൾ ഇന്ന് മാനുണ്ടെങ്കിൽ നാളെ അവിടെ കടുവ വരും. കാരണം ഇതൊരു സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ കാടിൻ്റെ ശാസ്ത്രം അറിയാവുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയി നമ്മളത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. ഇപ്പോൾ എത്ര കൊല്ലം സർവീസ് ആണെങ്കിലും ആ കാട്ടിൽ ജീവിച്ചു വരുന്ന ഒരാളുടെയും നമുക്കൊരു പുതിയ ലെസൺ പഠിക്കാനുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഫോറസ്ട്രി തിയറി ഇപ്പോൾ പഠിച്ചു, PhD എടുത്തു എങ്കിൽ പോലും ഒരു ആദിവാസിയുടെ നിന്ന് ഇപ്പോഴും ചെന്നാൽ നമുക്കൊരു പുതിയ കാര്യം പഠിക്കാനുണ്ടായിരിക്കും. അത് ജീവിച്ച അറിവാണ്, പരമ്പരാഗതമായിട്ടുള്ള അറിവാണ്. ആ അറിവ് ഉണ്ടെങ്കിലാണ് ഏതൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും നല്ല മാനേജേഴ്സ് ആവുള്ളൂ. അങ്ങനെ ഒരു അഹങ്കാരമില്ലാണ്ട് താഴ്മയോടുകൂടി അവരുടെ നിന്ന് പഠിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ പൊതുവേ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എന്താണ് പ്രധാനമായിട്ടുള്ളൊരു ഡ്യൂട്ടി, എന്താണ് ഈ കാടുമായി ബന്ധപ്പെട്ട്? ഭാരതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ജോലി പ്രൊട്ടക്ഷനാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാം വനശാസ്ത്രജ്ഞന്മാർ വനത്തെ പരിപോഷിപ്പിക്കാനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. നമ്മുടെ മെയിൻ 90% സമയം ചെലവഴിക്കുന്നത് കള്ളന്മാരെ എതിരിടാനും കേസ് അന്വേഷണത്തിനും ഒക്കെയാണെന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ എന്താ അവിടെ നിയമമില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിയമമില്ല, എന്നിട്ടും ആൾക്കാർ ചെയ്യും. കാരണം അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത്ര എഡ്യൂക്കേഷനുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തെ പോലെ ലിറ്ററസി ഉണ്ടെന്ന് പറയുകയും പൗരബോധം ഇല്ലാതെ, അപ്പോൾ നിയമം ലംഘിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായിട്ട് എനർജി കുറേ വേസ്റ്റ് ആവുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പണ്ട് പറയും നരാജ്യം നരാജ നദണ്ഡോ ന പ്രചന്തിക ധർമ്മേണൈവ പ്രജാസൈവേ രക്ഷന്തി സ്മ പരസ്പരം. മഹാഭാരതത്തിലേതാണ്. എന്താണ് ഒരു ധർമ്മരാജ്യം എന്ന് ചോദിക്കുമ്പോൾ രാജ്യമില്ല, രാജാവില്ല, ദണ്ഡന നീതികളില്ല, ശിക്ഷിക്കാനൊന്നും ശാസിക്കാനും ആരുമില്ല. പക്ഷേ എല്ലാവരും ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വരണം, അതാണ് ലക്ഷ്യം. അങ്ങനെ വേണം. പക്ഷേ ഇവിടെ എന്തോ പൗരബോധം കുറഞ്ഞു വരികയാണ്, നിയമം ലംഘിക്കാനാണെന്ന് പറയുന്നത്. ഇപ്പോൾ വക്കീലന്മാരാണെങ്കിലും ഇതങ്ങനെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ വക്കീലന്മാരൊക്കെ കള്ളത്തരവണയും പോവില്ല. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഇതാണെന്നുള്ളൊരു എന്താ പറയുക, അതിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ഏത് കള്ളന്മാരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ആൾക്കാർ കൂട്ടി നിൽക്കണം, അതിനുവേണ്ടി വാദിക്കാൻ നിൽക്കണം. കൂടുതൽ കാശ് കൊടുത്താൽ ഏത് വിദേശത്തു നിന്നോ ചാരന് വേണ്ടി വരെ വാദിക്കുന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ പാടില്ല. ശരിക്കും യഥാർത്ഥത്തിലുള്ള ധർമ്മബോധം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മൃഗങ്ങളെ നേരിടേണ്ടി വരും, ഈ കാട്ടുകള്ളന്മാരെ നേരിടേണ്ടി വരും. കൂടുതൽ അപകടകാരികൾ കാട്ടുകള്ളന്മാരായിരിക്കും. അത് അവന് കുബുദ്ധി കൂടുതലാണല്ലോ. മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കണമെന്നില്ല. എല്ലാ മൃഗങ്ങളും അവനവൻ്റെ ഭക്ഷണം, കിടക്കാനൊരു സ്ഥലം, എണ്ണതയിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവർ സുഖമായിട്ട് കിടക്കുക, എൻജോയ്. ഇപ്പോൾ കാട്ടിലെ ആദിവാസികൾ അങ്ങനെയാണ്. അവർക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഹാപ്പിയാണ്. അവർ വേണമെങ്കിൽ ഒരു വെള്ളച്ചാട്ടം നോക്കി അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും. ഒരു തുമ്പി പറക്കണമൊക്കെ ഇരിക്കും. നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പഠിച്ച് വഷളായി, ബുദ്ധി റെസ്റ്റില്ല. നമ്മുടെ സംഗീതവും ഡാൻസും, ഇപ്പോൾ സുംബ ഡാൻസ്, ഇതൊക്കെ മനുഷ്യന് അസ്വസ്ഥത കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പണ്ടെല്ലാം പഠിപ്പിച്ച് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണ്. അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ടുള്ളൊരു
പ്രയാസമുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നേരിടേണ്ടി വന്നിരുന്നോ ഈ കാട്ട്? എസ് കാട്ടിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ പറ്റിയ ശേഷം കേസുണ്ട്. ഒരിക്കൽ കയ്യേറ്റത്തിനെതിരെ ഞാൻ എഴുതിയിട്ട് അവസാനം ഒരു 4 കൊല്ലം മുമ്പ്, അതായത് റിട്ടയർ ചെയ്ത് 10 കൊല്ലം കഴിഞ്ഞ് നോട്ടീസ് വന്നു, നിങ്ങളെന്നാ കേസിൽ വേണ്ട പോലെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യുന്നു, വേണ്ട ഡിഫെൻഡ് ചെയ്തില്ല. പക്ഷേ വാസ്തുവിൽ കൊടുത്തിട്ടുണ്ട്, അത് ചില ഫയൽ മുക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അവസാനം സർക്കാരിന് മനസ്സിലായി ശരിക്കും എൻ്റെ പേരിൽ തെറ്റല്ല, കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ആരാ കളിച്ചെന്ന് ഇപ്പോൾ പറയണില്ല. എഴുതിയ റിപ്പോർട്ടുകൾ മാറ്റിയിട്ട് നമ്മൾ കാരണം കേസ് തോറ്റുപോയി എന്നുള്ള, കേസ് തോക്കാൻ വേണ്ടി തോൽപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ആൾക്കാർ വക്രബുദ്ധിയോടുകൂടി, പിന്നെ നമുക്ക് പൈസ ഇല്ല, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പൈസ ഇല്ല, പാവപ്പെട്ടവനത് ചെയ്യുന്നു. വിശന്നിട്ടൊരു 4 കൊമ്പ് മുറിച്ചു വിറകുണ്ടാക്കിയതിന് കേസെടുത്തു, അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ഒരു വേട്ടയാടിയതിന് കേസെടുത്തു. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ നിരക്ഷര കുട്ടികളായിട്ടുള്ള ആൾക്കാരോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളോ അല്ല ഈ കേസ് ചെയ്യുന്നത്. കുറ്റകൃത്യം ചെയ്യുന്നത് എല്ലാം വലിയ പൈസക്കാർ, ആൾക്കാരെ കൊണ്ട് ത്വര മൂത്തിട്ട് ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഉണ്ടാക്കുകയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ നായാട്ട്, ആനക്കൊമ്പ് ഇതൊക്കെ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ, ഒരു ലോബിയുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിലെ ലോബിയുണ്ട്. നമ്മുടെ ആയുധക്കള്ളക്കടത്ത് നടത്തി, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസാണ്. കള്ളക്കടത്തിനേക്കാളും കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ കോൺട്രാബാൻഡ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഇവിടെയുള്ള ഈ ഒരു കണക്ഷൻ അന്താരാഷ്ട്ര തലത്തിലാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ലോബിയാണ് ഇതെല്ലാം. ഇപ്പോൾ പുലിത്തോല്, ആങ്കൊമ്പ്, ആനക്കൊമ്പ് ഇതൊക്കെ വലിയ ലോബിയാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര സൈറ്റസ്, കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളുടെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ലെന്നൊക്കെ IUCN, ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ സംഘടനകൾ ഉണ്ടാക്കേണ്ടി വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ലോബിയാണ്. നിസ്സാരനായിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല, ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ചെറിയ കുറ്റമായിരിക്കും, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാണ്. ലക്ഷക്കണക്കിന് സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ചെറിയ കുറ്റം പോലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണക്കാക്കേണ്ടതാണ്. ചെറിയ കുറ്റം പോലും വളരെ ഗൗരവതരമാണ്. 100 കുറ്റകൃത്യം നടന്നാൽ ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ ആഘാതം വലുതാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാ ഒഫൻസും സീരിയസ് ആണെന്ന് സമൂഹത്തിന് ഒരു ധാരണ വേണം, പൊതുബോധം. ഇതുപോലെ കാട് കയ്യേറി വലിയ കുറ്റമല്ല, ഇടുക്കി ഭാഗത്തൊക്കെ കാട് കയ്യേറിയ ഒരു കുറ്റം, അതിനെന്താ സാർ ഇത്? ഞങ്ങളൊക്കെ ഇതൊക്കെ കയ്യേറിയ ഭൂമിയാണ്, ഇതൊക്കെ പണ്ട് കയ്യേറി നമ്മൾ റെഗുലറൈസ് ചെയ്തെടുത്തു, ആ രീതിയിൽ കാണുന്നത്. അപ്പോൾ കുറ്റകൃത്യം എന്നുള്ളൊരു സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്ന്, വരുന്ന തലമുറയ്ക്ക് വരെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന, അധർമ്മികളാവാനുള്ള, ഇമ്മോറലാവാനുള്ള ഒരു വഴികാട്ടി ചൂണ്ടുപലകയാണെന്നുള്ള രീതിയിൽ ഗൗരവതരമായിട്ട് അടിതൊട്ട് മുടിവരെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ വരെ റെക്കമെൻഡ് ചെയ്യല്ലേ, കേസിന് റെക്കമെൻഡ് ചെയ്യണം രാഷ്ട്രീയക്കാർ. ഒരു പോക്കരടിക്കാരനോ അല്ലെങ്കിൽ ഒരു ബലാത്സംഗക്കാരനെയോ അങ്ങനെ പരസ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഫോറസ്റ്റ് കേസിൽ പരസ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യണം. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ സമീപനം പത്രങ്ങൾ, ഞാൻ ഒന്ന് ഉദാഹരണം പറയാനുള്ളത് നമുക്കറിയാം. ആ രീതിയിൽ കർക്കശക്കാരനായിട്ടുള്ള നിയമപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ദേഷ്യവും വൈരാഗ്യം അടിച്ച് മുട്ടുകാലൊടിക്കുന്നുള്ള രീതിയിൽ നേതാക്കന്മാർ പെരുമാറുന്നുണ്ട്. അത് മോശമാണ്, ഈ ബോധമില്ലാത്തത്. ഈ നേരത്തെ സത്യമംഗലം കാട്ടിൽ ഇറക്കി വിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സത്യമംഗലം എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് കാടാണ്, പ്രത്യേകിച്ചും വീരപ്പനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അത് ഒക്കെ അറിയാം, എങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഗൗരവം എന്ന് അറിയില്ല. ഇപ്പോഴല്ലേ അപ്പോൾ ടോയ്ലറ്റിലാണ്ട് ഇറങ്ങി ഓടിയതും, പ്രഭാതകൃത്യത്തിന് പോകുമ്പോഴേ ഒരു മഗ് വെള്ളമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പുറകെ കൂടെ ആന വന്ന് നമ്മൾ ഓടിയതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരിക്കാനൊരു രസമാണ്. കൂടുതലും ആനയായിട്ട് പെട്ടെന്ന് കാണുന്ന ആനയായിട്ടാണ്. പഴുതാര കടിച്ച നമ്മൾ ക്യാമ്പ് കാട്ടിൽ വിരിച്ച് കിടക്കുമ്പോൾ പഴുതാര കടിച്ച സംഭവം, മർമ്മസ്ഥാനങ്ങളിൽ പഴുതാര കടിച്ച, എനിക്കല്ല വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോൾ ഓർക്കുമ്പോൾ ഒരു രസമാണ്. പക്ഷേ കാട്ടിൽ സർവേ ചെയ്യണമെങ്കിൽ കാട്ടിൽ താമസിച്ച് ജീവിച്ച് പഠിക്കണം എന്നുള്ളതാണ്. കാട് ശരിക്കും പറഞ്ഞാൽ കാട് കാലടി കൊണ്ട് ചവിട്ടി അറിയണം, എന്നാലേ നല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാവുള്ളൂ. നല്ല വനഗവേഷകനാണെങ്കിൽ കാട്ടിൽ കിടക്കണം. അപ്പോൾ ഞാനൊക്കെ സർവീസിലുള്ളപ്പോൾ എങ്ങനെയോ ആഴ്ചയിൽ ഒരു ദിവസം കാട്ടിൽ കിടക്കും എന്നുള്ളൊരു നിർബന്ധമായിട്ട് കിടന്നിരുന്നു. അപൂർവം ചില ആഴ്ചകൾ പറ്റാതെ ഉള്ളൂ. പക്ഷേ കാട്ടിൽ കിടക്കുന്ന രാത്രി കാടറിഞ്ഞ് ശാന്തതയിൽ കാടറിയണം, എന്നാലും നല്ല ഉദ്യോഗസ്ഥരാവുള്ളൂ, കാടിനെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഈ ആനകളല്ലാതെ മറ്റേതെങ്കിലും കടുവയെ കണ്ടിട്ടുണ്ട്. പാമ്പിനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ട്രെയിനിങ് സമയത്ത് ചാലക്കുടി പരിയാരം റേഞ്ചിൽ ഒരു മല കയറുകയാണ്. അവിടെ മല കയറുമ്പോൾ കുമ്പിടാമുടി, പേര് ഓർമ്മയുടെ കുമ്പിടാമുടിയാണ്. ആ കുമ്പിടാമുടിയുടെ മുകളിൽ കയറുമ്പോൾ ഒരു കാലെടുത്ത് വയ്ക്കാൻ പോകുമ്പോൾ അതിനൊരു പാമ്പിൻ്റെ ശരിക്കും ആ ഹുഡ് പത്തി വിടർത്തി
അതങ്ങനെ എടുത്താനുള്ള ഇത് ശരിക്കും മൂവ്മെൻറ്റ് കാണാം. ടക്കടക്ക ഇത് രണ്ടടിയാൻ പുറപ്പെട്ടു. സർവീസിൽ പാമ്പിനെ നേരിട്ട് അടുത്ത് കണ്ടത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അണലികളൊക്കെ കണ്ടിട്ടുണ്ട് ധാരാളം, ഈ മരത്തുമുള്ള ചില അണലിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഏറ്റവും എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ടക്കെന്നൊരു ആന്തൽ വന്നാണ്. അതുവരെ ഞാൻ കാട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ പാമ്പിനെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം ഇത്തിരി കൂടി ശ്രദ്ധിച്ച് ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകാൻ തുടങ്ങി. പൊതുവേ ഈ ജീവികൾ, കാട്ടിലെ ജീവികളിൽ ഏറ്റവും ഒരു ആക്രമണകാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കരടിയാണ്. കടുവ വെറുതെ വന്ന് ബോധമില്ലാണ്. ചിലപ്പോഴൊക്കെ ഇവൻ മരത്തുമ്പോൾ കയറിയിട്ട് നിറച്ച് തേൻ കുടിച്ച്, തേൻ എന്തോരം ഉണ്ടാവുന്നവരെ ഒരു തേനീച്ചക്കൂട് മുഴുവൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-20 ലിറ്ററൊക്കെ തേനുണ്ടായി. അതും ഒറ്റ വലിക്ക് കുട്ടിച്ചിട്ട് അപ്പത്തിനും തേനീച്ചകളൊക്കെ കുത്തുമ്പോഴത്തേനും ടക്കെന്ന് കൂട് കെട്ടിപ്പിടിച്ചൊന്ന് താഴെ വിട്ട് ഉരുളാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് തേനിൻ്റെ കടിയും ഈ തേൻ്റെ മൊത്തം മറ്റ് തേനീച്ചകളുടെ കടിയും വിട്ട് പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പെടുന്നത്. നമ്മൾക്ക് ഒരു അറ്റടി അടിക്കും. അതങ്ങനെയാണ് അത്. അപ്പോൾ ആ സമയത്ത് ഇത് ആക്രമിക്കണം എന്ന് വിചാരിച്ചാലോ അവനങ്ങനെ ഡക്ക് കിട്ട് ഓടുകയാണ്. വേദന ഇപ്പോൾ നമ്മളെ ചില ആൾക്കാർ നമുക്ക് ടക്കൊന്ന് കുത്തി ഓടില്ല. നമ്മൾ പെട്ടെന്ന് കടന്നാലൊക്കെ കുത്തിയാലുള്ളൂ. അത് കട്ട് കഴിപ്പുള്ള ഭയങ്കര വേദനയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കരടികളുടെ മുമ്പിൽ പെട്ടാൽ ഭയങ്കര ഡേഞ്ചറസാണ്. അവർ വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ചതിന് നമുക്ക് ഇപ്പോൾ പറമ്പിക്കുള്ളത്തെ ഒരു കരടി മൂപ്പനുണ്ട്, ഒറ്റ അടി അടിച്ചിട്ട് ഇത്തരം ഭാഗം മാംസം അടക്കം പൊളിഞ്ഞു പോയി. അപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇതും ഇതടക്കം തൊളിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് കാണാം, വെള്ള അസ്ഥി കാണാം. അവിടെ ഈ ഇടയ്ക്ക് മരിച്ചത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസാണ്. ബാക്കി മൃഗങ്ങളൊന്നും അനാവശ്യമായിട്ട് നമ്മൾ ഉപദ്രവിക്കില്ല. അവരൊക്കെ റോയൽ ആനിമൽസാണ്. രാജകീയമായിട്ടുള്ള സ്വഭാവം ചെയ്യും. നമ്മളെ കണ്ടാൽ മാറി എന്താണെന്നുള്ളതായിരിക്കും. അതിനൊരു അപകടം ഉണ്ടാവുകയാണ്. ഇപ്പോൾ കിങ് കോബ്ര എല്ലാവർക്കും ഉണ്ട്. ഒരു കിങ് കോബ്ര രാജവെമ്പാല ഒരു ആനയെ കടിച്ചാൽ 10 മിനിറ്റ് ആന മരിക്കും. അത്ര വിഷമുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ കിങ് കോബ്ര കടിച്ചാൽ ആരും ആസ്പത്രിയിൽ എത്തിയിട്ടില്ല. കാരണം കിങ് കോബ്ര നേരത്തെ ആൾക്കാർ പോണ വഴിയിലൊന്നും ഉണ്ടാവില്ല, വഴി ഒതുങ്ങിയേക്കും. പിന്നെ ആൾക്കാർ വരികയാണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കും, ശബ്ദം ഉണ്ടാക്കും. അതൊക്കെ ഒരു ചീറ്റിലുണ്ട്. ആ ചീറ്റിൽ നമ്മൾ ബോധം കെട്ടിവിടും. ശബ്ദം ഉണ്ടാക്കി ഒരു ചീറ്റിലേറ്റ്. അപ്പോൾ ചീറ്റിലും കഴിഞ്ഞ് എണീറ്റ് നമ്മുടെ അത്ര പൊക്കത്തിൽ എണീറ്റ് നിൽക്കാൻ സാധിക്കുമായിരുന്നു. തല ഉയർത്തി കൊണ്ട് നിൽക്കും. 1.5 മീറ്റർ പൊക്കത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ ബോധം കെട്ടി വീഴും. അത് എന്നിട്ടും പിന്നെ അതിനെ ഉപദ്രവിച്ചാലേ അത് കടിക്കുള്ളൂ. അപ്പോൾ അതുപോലെ കടുവ. ഇപ്പോൾ കടുവയൊക്കെ ആണെങ്കിൽ ഒരു മാനയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്നുറങ്ങണ ഒരു 10 കിലോമീറ്റർ ദൂരെ ഒരു ഗുഹയിലോ പാറപ്പുറത്തായിരിക്കും. എണീറ്റിട്ട് നമ്മളാണെങ്കിൽ അടുത്ത ആളെ പിടിച്ച് തിന്നുമല്ലോ. പിന്നെ അങ്ങനെയല്ല, തലേ ദിവസം കൊന്നിട്ട് വേണ്ടി അവിടെ പോയി കഴിക്കുള്ളൂ. അനാവശ്യമായിട്ട് ആളെ കൊല്ലില്ല. ആ പോണ പോക്കിൽ ഒരു ദുർബലരായിട്ടുള്ള അസുഖമുള്ള മൃഗങ്ങളോ ചെറിയ കുട്ടിമാനോ മുയലൊക്കെ ഉണ്ടെങ്കിലും അതിനെ കഴിക്കില്ല. ടി വിയിലൊക്കെ പലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടുവ പോകുന്നു, സിംഹം പോകുന്നു, മൃഗങ്ങളൊക്കെ പോകുന്നു. അവനവൻ്റെ വഴിക്ക് പോകും. അവൻ ഇന്നലെ കൊന്നിട്ട സ്ഥലത്ത് പോയി തിന്നും. അത് തീരുന്നവർ അത് തന്നെ തിന്നും. അത് തീർന്ന് ഇനി അടുത്ത വർണ്ണത്തിനെ കൊന്നാലേ രക്ഷയുള്ളൂ എന്ന് വരുമ്പോഴാണ് അടുത്തതിനെ കൊല്ലുള്ളൂ. അനാവശ്യമായിട്ട് കൊല്ലില്ല എന്നർത്ഥം. ദുഷ്ടന്മാരെ അല്ല, അവർ വളരെ ശിഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളാണ്. മനുഷ്യനാണിത് വീട്ടിൽ തിന്നിട്ടും സായിപ്പിന് തിന്നാൻ വേണ്ടി ഇറച്ചി മേടിച്ച് കയറ്റി അയക്കുന്നു. ഇവിടെ ഇല്ലാണ്ട്, കേരളത്തിലില്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കാളയും പോത്തിനെ മേടിച്ച് വെട്ടി അയക്കുന്നു. ഇവൻ്റെ ത്വരയാണ്. ഇവന് തിന്നാൻ വേണ്ടിയല്ല, സായിപ്പിന് കൊടുത്ത് കാശുണ്ടാക്കാനായിട്ട്. ഇവിടെ മര്യാദയ്ക്ക് കൃഷി ചെയ്യാൻ ഭൂമി കിടക്കുന്നു, കൃഷി ചെയ്യുന്നില്ല. ഇല്ലാത്ത മൃഗത്തിനെ ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കണ്ടിച്ച് അതിനെ കൊന്ന് ഇറച്ചി കയറ്റി അയക്കുന്നു. ദുഷ്ടന്മാരായിട്ട് മാറി. മണ്ണിൽ പണിയെടുക്കാത്ത ആൾക്കാർ മാറ്റി. കൃഷി ചെയ്യാത്തതുകൊണ്ട് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല, മര്യാദയ്ക്ക് എല്ലാ കൊല്ലവും ഒഴുകാത്തത് കൊണ്ടേ. അങ്ങനെ നമ്മുടെ നാട് പരിസ്ഥിതി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദുര കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആർത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആവാസ വ്യവസ്ഥ, ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറേണ്ടതായിട്ടുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ വല്ലവരും തടഞ്ഞാൽ അതാണ് കുഴപ്പമെന്ന് പറയും. അതുപോലെ സ്ലോട്ടർ ഹൗസ്, മര്യാദയ്ക്കുള്ള സ്ലോട്ടർ ഹൗസ് ഇല്ല. ഇപ്പം മൃഗങ്ങൾ പട്ടിശല്യമൊക്കെ കൂടുന്നത് അങ്ങനെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ രാജവെമ്പാലയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ രാജവെമ്പാല പൊതുവെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആളിന് ഭയങ്കര വെയിറ്റാണ്. അദ്ദേഹത്തെ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന ആളല്ല. ആളിനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റോയൽ ഇമേജ് ആളിനുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി രാജവെമ്പാലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 2 പ്രാവശ്യം രാജവെമ്പാല കണ്ടിട്ടുള്ളൂ. രണ്ടും പറമ്പിക്കുളത്ത് വെച്ചാണ് സ്ഥലത്ത്. അവിടെ പോകുമ്പോൾ ഒരു ഇല്ലിക്കൂടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ പെട്ടെന്ന് പാമ്പ് ശബ്ദം ഉണ്ടാക്കി. നമ്മൾ പോകുന്നതിനായിരിക്കും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓടും. എന്നാലും ഞാനത് രാജവെമ്പാല. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടായ ഗൈഡ് പറഞ്ഞു, ട്രക്കറാണ്, ആദിവാസി. ഞാൻ പറഞ്ഞു, സാർ അത് രാജവെമ്പാലയാണെന്ന് പറഞ്ഞു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രാജവെമ്പാല ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അത് മെല്ലെ അത് കഴിഞ്ഞിട്ട് നമ്മളും ഇങ്ങോട്ട് മാറിയപ്പോൾ അത് പോകുന്നുണ്ട്.
അതായത് ഇത്ര 10-30 കൊല്ലം സർവീസിലിരുന്നിട്ടാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ മനുഷ്യനുള്ള സ്ഥലത്ത് മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് നേരിട്ട് വന്ന് അവന് നിൽക്കാം. ഇത്ര സ്ഥലത്ത് ആൾക്കാർ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് പറമ്പുകളും തേക്കടി പോലെ സ്ഥലത്ത് ഇത്ര ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനെ കൊല്ലണം, തിന്നണം, കടിക്കണം, ഉപദ്രവിക്കണം എന്നാണെങ്കിൽ ഇതിൽ വരാം. അപ്പോൾ ആ രീതിയിൽ മൃഗങ്ങൾക്ക് ഒരു ഉപദ്രവിക്കുന്ന സിസ്റ്റമേ ഇല്ല. അപ്പോൾ ഈ നാട്ടിൽ പുലി ഇറങ്ങി, കടുവ ഇറങ്ങി അങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണ്? നാട്ടിൽ കടുവ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ വഴി തെറ്റി ഇറങ്ങും. അതിൽ ആവാസ സ്ഥാനത്ത് കൊടും ചൂടും ഭക്ഷണമില്ല. പിന്നെ ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 100-500 താഴെ ലൈസൻസ്ഡ് കോറികളുണ്ടാവുള്ളൂ. ഏതാണ്ട് 1500-ലധികം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ഇല്ലിസിറ്റ് സാധനങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളെന്ന് വെച്ചാൽ ശക്തി അനുവദിക്കപ്പെട്ടതിനും 10-50 ഇരട്ടി ശക്തിയുള്ള വെടിക്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്ന പ്രകമ്പനം, ഇപ്പോൾ ഒരു വലിയ മലയുടെ മറുഭാഗത്ത് ഈ വലിയ ഡൈനമിറ്റ് സാധനം പൊട്ടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മൃഗങ്ങൾക്കൊരു ആദി വരികയാണ്. ടക്കെന്ന് ആദ്യം കൊണ്ട് ഞാൻ നേരത്തെ കുത്തുകൊണ്ട് ഓടുന്ന പോലെ ഈ ഒരു ആദ്യം കൊണ്ട് ഇവൻ ടക്കെന്ന് ഓടിപ്പോവാണ്. എപ്പോഴും ആദ്യത്തെ ടെൻഡൻസി മനുഷ്യനായാലും മൃഗങ്ങളായാലും ഓടിയ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഞെട്ടൽ എന്തുമാത്രം ശക്തി ഉണ്ടെന്നനുസരിച്ച് ഓട്ടം ഇരിക്കുന്നത്. പിന്നെ ഓടി തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും. നാട്ടിലെത്തുമ്പോൾ പണ്ടത്തെ പോലെയല്ല, സർവൈലൻസ് കൂടുതലാണ്. അതായത് എല്ലാവരുടെയും മൊബൈൽ ക്യാമറ, കാണുന്നവൻ്റെ ക്യാമറയാണ്. പണ്ടും വനത്തിനോട് ചേർന്ന സ്ഥലത്ത് മൃഗങ്ങൾ വരും, ആന വരും, കടുവ വരും, മാൻ വരും, കാട്ടുപോത്ത് വരും, വലിയ പ്രശ്നമില്ല. അത് എല്ലാവർക്കും അറിയാം. കാട്ടിൽ നിന്ന് വരും, പതുക്കെ തിരിച്ചു പോയിക്കോളും എന്നറിയാം. പക്ഷേ ഇത് ആൾക്കാർ അപ്പം തന്നെ വീഡിയോ എടുക്കുന്നു, ചെണ്ട കൊട്ടുന്നു, പടക്കം പൊട്ടുന്നു, ക്യാമറ വെക്കുന്നു, ന്യൂസായി, പിന്നെ 24 hours ഒബ്സർവേഷനായി. കാരണം 24/7 ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ കൂടി ആൾക്കാർ കൂടുന്നു. അപ്പോൾ അതിന് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരും. അപ്പോഴത്തേനും ഇതിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. പിന്നെ അവൻ പോകുന്ന ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ ഭയങ്കര പാടാണ്. നോർമൽ കേസിൽ ഏതൊരു മൃഗവും മെല്ലെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ മെല്ലെ തിരിച്ചു പോകും. അവനെ അടയാളം വെച്ച് ആയിരിക്കും പോവുക. പൊതുവെ മൃഗങ്ങൾക്കൊരു GPS ഉള്ളിലുണ്ട്. അവിടെ തന്നെ അതാത് സ്ഥലത്ത് അതിൻ്റെ ആവാസ സ്ഥാനത്ത് തിരിച്ചെത്തും. അതിൻ്റെ പ്രത്യേക പാതകളുണ്ട്, അതായത് റൂട്ടീൻ ചാനൽസ് ഉണ്ട്. അതിൽ കൂടെ തന്നെ പോവുള്ളൂ. ഇതല്ലാതെ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ആൾക്കാരും ഇവിടെ ഇപ്പോൾ ചാരായ വാറ്റ് അങ്ങനെയൊക്കെ കുറച്ച് കുറ്റകൃത്യങ്ങൾ നടക്കും. കാട്ടിൽ മനുഷ്യൻ കയറാതെ കുറ്റകൃത്യം ഇല്ലാണ്ടായാലും ഒരിക്കലും മൃഗങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. നമ്മളവിടെ പോയി ശല്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് മൃഗങ്ങൾ വരുന്നത്. ആവാസസ്ഥാനം ഇല്ലാണ്ടായി. ഇപ്പോൾ ഒരു റോഡുണ്ട്, ആ റോഡിന് ഒരു മലയുണ്ടെങ്കിൽ ആ മലയുടെ മുകളിൽ കൂടെ റോഡ് പോകുമ്പോൾ മൃഗങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ റോഡ് ഉണ്ടാക്കണമെങ്കിൽ 1 അടി 1.5 അടി കൂടുതൽ താഴ്ചയുള്ള ഒരു കൽവർട്ട് ഉണ്ടാക്കി ഇതിന് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല ആനയ്ക്ക്. അപ്പോൾ അതിന് ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ആൾക്കാരുടെ എതിരെ വരികയാണ്. അപ്പോൾ നമ്മൾ ഡൽഹി ഡെറാഡൂൺ ഹൈവേ നമ്മൾ വായിച്ചല്ലോ. മൃഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം 1.5 കിലോമീറ്റർ നീളത്തിൽ പ്രത്യേക ടണലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മുകളിൽ മൃഗങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് അടിയിൽ കൂടെ പോകാം, അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജായിട്ട് പോകാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പലതും ഇതുവരെ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ നല്ല അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. അത്തരത്തിൽ ഏതൊരു സ്ഥലത്ത് വികസന പ്രവർത്തനം നടക്കുമ്പോഴും അവിടുത്തെ മൃഗങ്ങളെ നമ്മൾ നോക്കണം. അവിടുത്തെ ജീവജാലങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനാണിപ്പോൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി, അതൊരു ആക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം. അത് വേണം. ഇപ്പോൾ ശബരിമല തന്നെ നടത്തണം. എന്ത് ചെയ്തു എന്നുള്ളതാണ്. നടത്തി റിപ്പോർട്ടണം. പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാശ് ചെലവാക്കി പഠിച്ച റിപ്പോർട്ടുകൾ അതനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാലും പറ്റില്ല. എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം, ഈ നരഭോജികളാകുന്നത് അവർക്ക് ഈ ഒറ്റയ്ക്ക് ഇരപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്? അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നരഭോജി കടുവകളുള്ള ബംഗാൾ സുന്ദർബൻ ഏരിയയിലാണ്. അപ്പോൾ അതിൻ്റെ രക്ഷയില്ലാണ്ടാവുമ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ പറ്റുന്ന കാരണം ഇര തേടി പിടിക്കുക എന്നുള്ളത്, ഒരു മൃഗത്തെ പിടിച്ച് ഭക്ഷിക്കുക എന്നുള്ള വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു സ്കില്ല് ആവശ്യമായിട്ടുള്ള, ശക്തി ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. സാധാരണ ആൾക്കാർക്ക് പറ്റില്ല. അങ്ങനെ പട്ടിണി കിടന്ന് ചാവുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈസി പ്രേയാണ് മനുഷ്യനത്ര ശക്തിയില്ല. നിരായുധനായിട്ട് ഒറ്റ ജന്തുവിനെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്കില്ല. അപ്പോൾ ഈ ഇവർ കടുവയുടെ പുലിയുടെ കാണുമ്പോൾ തന്നെ നമ്മൾ ശക്തിയെല്ലാം പോയി. അപ്പോൾ അവന് ഈസിയായിട്ട് പിടിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇത്ര ഈസി പ്രേയാണെന്ന് പറഞ്ഞാൽ അവന് അത് തന്നെ ഉണ്ടാകുള്ളൂ. മൃഗങ്ങളെപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം ഒരു മാനിനെ പിടിക്കുന്നതിൻ്റെ 10-1 ശക്തി പോലും വേണ്ട, അതിനുള്ള സാഹസം പോലും വേണ്ട, അതിനുള്ള അധ്വാനം ഇല്ലാണ്ട് ഈസിയായിട്ട് ഒരു മരത്തിന് 2 അടി വെച്ചാൽ കിട്ടും. ഇപ്പോൾ ഞാനും എൻ്റെ കൺസർവേറ്ററും കൂടി ഷോളയാറിരിക്കുമ്പോൾ ആന ഓടിച്ചിട്ട് നമ്മളൊരു 10 അടി കഴിഞ്ഞപ്പോൾ ആനയുടെ പെട്ടെന്ന്. പിന്നെ നമ്മളൊരു മലയുടെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ആന വേറെ ഡയറക്ഷനിൽ പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ചിരി വരിക. അപ്പോൾ എന്നോട് കൺസർവേറ്റർ ചോദിച്ചു, എന്താ നീ ചിരിക്കുക, ഞാനിവിടെ ജീവനും കൊണ്ട് ഓടും. അപ്പോൾ സാറേ നമ്മൾ 10 അടി കഴിഞ്ഞപ്പോൾ ആന വേറെ വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ആന 5 കിലോമീറ്റർ ഓടിച്ചിട്ടെന്ന് പറയും. ആന ഒരു 100 മീറ്റർ പോലും നമ്മൾ ഓടിച്ചിട്ടില്ല.
ഓടിച്ച് കഴിയുമ്പോൾ ആനയുടെ പാട്ടിന് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മൃഗങ്ങളൊന്നും പുറകെ ഓടി കിടന്ന് ഉപദ്രവിക്കുന്ന ശീലമില്ല, എല്ലാം ആക്സിഡൻ്റലാണ്. ഉള്ള മൃഗത്തെ നമ്മൾ മോശക്കാരാക്കുകയാണ്. എന്നിട്ട് പത്രത്തിൽ റിപ്പോർട്ട് വരും, ആന കൊലയാളി ഇന്ന് 2 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ഇന്ന് കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലുകയാണെങ്കിലാണ് കൊലപാതകം. കൊന്നു എന്ന് പറയുന്നത് അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉദ്ദേശമില്ല, ആക്സിഡൻറ്റിൽ ഇതാണ്, അങ്ങനെ പെട്ടുപോയതാണ്. അപ്പം ഈ മാധ്യമക്കാർ ഉപയോഗിക്കുന്ന ഭാഷകൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. പെട്ടുപോയി, ഇന്നൊരു അപകടത്തിൽപ്പെട്ടു, അങ്ങനെയൊക്കെ എഴുതുന്നവരും ഇന്ന് കാട്ടുപോത്ത് ഒരാളെ കൊന്നു, ഇന്നൊരാളെ ആന ചവിട്ടിക്കൊന്നു, ആ ഭാഷയിൽ പ്രയോഗത്തിൽ തന്നെ ഈ ഭാഷയുടെ ഇമ്പാക്റ്റ് അറിയാൻ പാടില്ല. ഈ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭാഷയുടെ ഇമ്പാക്റ്റ് അറിയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. പണ്ട് കാലത്ത് അങ്ങനെയില്ല, വളരെ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കണം, സിൻസിയറായിരിക്കും. ഈ ഭാഷ ഉപയോഗിക്കുന്ന എഴുത്തിൽ സിൻസിയറിറ്റി വേണം. സിൻസിയറിറ്റി എല്ലാ രംഗത്തും കുറഞ്ഞ പോലെ മാധ്യമരംഗത്തും കുറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം 3ാമത്തെ സംഭവമായി ആനയെ കണ്ടു ഓടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആനയെ കണ്ടായിരിക്കും ഓടി. ആനയെ കണ്ടിട്ടാണ് ഓടിക്കുന്നത് സംഭവമുണ്ട്. നമുക്ക് ചിലത് നമുക്ക് ഓർമ്മ വലിയൊരു അതൊരു നിത്യ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവ കാട്ടിൽ പോകുമ്പോൾ ചില സമയം ഞാൻ രാത്രി എനിക്ക് രാത്രി കാട്ടിൽ പോയി കിടക്കണ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിലമ്പൂർ ചെല്ലുമ്പോൾ ഞാൻ ഒരു ചാർജൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 4:30-5 മണി എടുക്കാറായി. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഏതെങ്കിലും കാട്ടിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇപ്പോൾ പോയി അവിടെ ആന ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോകാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആ സമയത്ത് ആന ഉണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളെ കാണുന്നൊരു സന്തോഷമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. അതിനുള്ള ആൾക്കാർ പോകുന്നത് പാടുവിട്ട് ടൗണിൽ നിന്ന് ആൾക്കാർ ലീവ് എടുത്ത് പോകുന്നത് അതിനെ കാണാനാണ്. പക്ഷേ അവിടെ ആ ഇക്കോസിസ്റ്റത്തെ ബഹുമാനിക്കാതെ ഇരുന്നാൽ കുഴപ്പം വരും. ഇപ്പോൾ ടൂറിസം ഒരു പ്രശ്നമായിട്ട് മാറി. അതെ, ടൂറിസം നമ്മളെ ആനന്ദിപ്പിക്കാനാണ് പോകുന്നതിന്, ടൂറിസ്റ്റ് ഇമ്പാക്റ്റ് മാനേജ് ചെയ്യുന്നതിനും അത് പരിഹരിക്കുന്നതിനും ഒരു വലിയൊരു സേന ആവശ്യമായിട്ട് വരുന്നു. കാരണം റെസ്പോൺസിബിൾ ടൂറിസം ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തണം. ഇപ്പോഴത്തെ ടി വിയൊക്കെ കണ്ടിട്ട് മൃഗങ്ങളെല്ലാം ശല്യക്കാരാണെന്ന് തോന്നും. ഒരു മൃഗം ശല്യക്കാരനല്ല. ഈ ഒരു സ്നേഹം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മനഃപൂർവ്വം ഉണ്ടാക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചർച്ചയായത് ഒരു പെൺകുട്ടി അങ്ങനെ ഈ 4 ദിവസമൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ കാട്ടിൽ നിൽക്കാൻ കഴിയും. കാട്ടിൽ ട്രെയിൻഡ് ഒരാൾക്ക് പറ്റും, ട്രെയിൻഡാണെങ്കിൽ പറ്റും. പട്ടാൾക്കാരനെ വിട്ട് അവന് അങ്ങനെ അതിജീവിക്കില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിട്ട് അവൻ അതിജീവിക്കും. കാരണം അയാൾക്ക് അറിയാം ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, അവിടെ നിന്ന് വെള്ളം കുടിക്കണം, ഏതൊക്കെ മരത്തിൻ്റെ സാധനം. ഇപ്പോൾ ചില മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഇപ്പോൾ പുല്ലാന്തിയൊക്കെ 2 അറ്റം ഒരുമിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു 4 ലിറ്റർ വെള്ളമൊക്കെ കിട്ടും. 4 ലിറ്റർ? ഒരു ഇത്ര എന്നുള്ളൊരു കഷ്ണം, ഒരു 1.5 മീറ്റർ നീളമുള്ള കഷ്ണം ഇപ്പോൾ പുല്ലാന്തിയുടെ ടക്കെന്ന് 2 ഒരുമിച്ച് വെട്ടണം. അല്ലെങ്കിൽ വെള്ളം ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോകും, ടക്കെന്ന് വെട്ടണം. പിന്നെ നീർമരുത് പോലത്തെ മരമുണ്ട്, ടെർമിനൽ തമ്പകം എന്ന് ഇവിടെ പറയണം, നീർമരുതല്ല തമ്പകം. അതിൻ്റെ ചില മുഴയുള്ള ഭാഗത്ത് വയനാടൊക്കെ കൂടുതലുണ്ട്, അവിടെ വെട്ടിക്കാൻ നല്ല സുന്ദരമായിട്ടുള്ള വെള്ളം വരും. അപ്പോൾ നല്ല തണുത്ത പുറത്ത് നട്ടപ്പുറ ചൂടാണെങ്കിലും. പക്ഷേ അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് അത് ഈസിയാണ്. അല്ലെങ്കിൽ ചില പ്രത്യേക കിഴങ്ങ് കഴിക്കാം. ഇപ്പോൾ ചില ഡ്രൈ ഏരിയയിൽ ചില പക്ഷികൾ വരുമല്ലോ, ഇപ്പോൾ പട്ടിപ്പുന്നെന്ന് പറഞ്ഞ മരം, അതിൻ്റെ കായ തിന്നാൻ, ചില ആലിൻ്റെ പഴം, അങ്ങനെയുള്ള ആൾക്ക് പറ്റും. ഒരു അബദ്ധത്തിൽ നാട്ടിൽ നിന്ന് പോയിട്ട് വന്ന് ജീവിക്കുക എന്നുള്ള ഒരു ദുഷ്കരമായിട്ടുള്ള സംഗതിയാണ്. 4 ദിവസമൊക്കെ നമുക്കൊക്കെ ട്രെയിൻ്റെ ആൾക്കാർക്ക് 10-15 ദിവസമൊക്കെ താമസിക്കാം. കാരണം ഭയമില്ലാതിരിക്കുക, ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക, സാവകാശം എടുക്കുക, അറിയുക അവിടെ എന്തൊക്കെ ചെടിയുണ്ട്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ട്രൈബ്സൊക്കെ ജീവിക്കണ്ടല്ലോ. ഇപ്പോൾ തേക്കടിയിൽ എനിക്ക് ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് തേക്കടിയിൽ പോയപ്പോൾ കുറച്ച് അരി സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ സാറ് നമ്മൾ കറി വയ്ക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്താ നമുക്ക് മീൻ പിടിക്കാൻ സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പച്ചക്കറിക്കാരനായതുകൊണ്ട് ഞാൻ വെജിറ്റേറിയനാണ്. അയ്യോ മീൻ പിടിച്ചവിടെ ജീവിക്കാൻ ഇവിടെ, നമുക്ക് എന്തെങ്കിലും ഉള്ളി എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവനോട് ചോദിച്ചു, എന്നാലും മീൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇരുന്നാൽ ഇരിക്കലാം, അത്രേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. കിട്ടിയാൽ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഒരു ദിവസം വെറും കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല. പിന്നെ കലം തന്നെ വേണ്ട. കാട്ടിൽ ഞാൻ നേരിമംഗലം ഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈറ്റയുടെ കോലിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചാടി വരും കത്തിക്കുമ്പോൾ. ആ പ്രത്യേക സ്വാദാണ് ഈറ്റയുടെ മുളയുടെ കുഴലിലിട്ടിട്ട് കത്തിച്ച് വേവിച്ച് കുടിക്കുന്നത്. അതൊക്കെ ഒരു അനുഭവമാണ്. പിന്നെ ചില ചെടികൾ അതിലിടാം. അങ്ങനെ ജീവിക്കാൻ കാടറിയുന്നവർക്ക് കാട്ടിൽ ജീവിക്കാൻ പ്രശ്നമില്ല, പുതിയൊരാൾക്ക് പ്രശ്നം തന്നെയാണ്. ഈ മെൽബണിൽ പോയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കാടുകളിലൊക്കെ പോയോ? അവിടെ കുറച്ച് കാടുകളിൽ പോയി. എല്ലാ സ്ഥലവും പോയി. വലിയ ഒരു കോണ്ടിനെൻ്റാണല്ലോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത്. കുറേ സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോയി. പാമ്പുകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമല്ലേ? പാമ്പ് ഇഷ്ടം ഭയങ്കര ഏറ്റവും വിഷമുള്ള പാമ്പൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഇവിടെയുള്ള ശംഖുവരയം പോലെ ബ്ലാക്ക് മാമ്പ. ശംഖുവരയിൽ നമ്മുടെ ഗോൾഡൻ കളറാണ്. അവിടുത്തെ പാമ്പിന് വിഷമുള്ളൊരു പാമ്പിന് കറുത്ത മാമ്പല്ല. മാമ്പ ഇവിടെ ഉള്ളതല്ലേ, ആഫ്രിക്ക. ഭയങ്കര വിഷമുള്ള, ഭയങ്കര സ്പീഡിൽ ഓടുന്ന. അത് 1 കിലോമീറ്ററിൽ അവന് 30 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റും ആ പാമ്പിന്. നമ്മൾ സാധാരണ ബൈക്കിനേക്കാളും സ്പീഡിൽ ഓടുന്ന പാമ്പാണത്. നല്ല വിഷമുണ്ട്.
പാമ്പ്. ഓസ്ട്രേലിയ പൊതുവെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓസ്ട്രേലിയൻ വിഷപ്പാമ്പുകളുണ്ട്, ഉഗ്രം വിഷമുള്ള പാമ്പുകളൊക്കെ. അതിലൊരെണ്ണം ഇതാണ് ഈ ശംഖുവരൻ പോലെ കറുത്ത ബാൻഡുള്ള ധാരാളം പാമ്പുകളുണ്ട്. അവിടെ പാമ്പുകളെ ഞാൻ ഇക്കോളജി ആണ്, വെജിറ്റേഷൻ ഇക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ലാൻഡ്സ്കേപ്പ് ഇക്കോളജി ആയിരുന്നു. അപ്പോൾ ഒരു ലാൻഡിന് ഒരു ആവാസ വ്യവസ്ഥ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സ്പെഷ്യൽ ഇതിനായിട്ട് പോയത്. ഫയറിനെതിരുള്ളത്, റീജനറേഷൻ വരുന്നത്, സ്പീഷീസ് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മുടെ കോഴ്സിൽ. കാരണം ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം 100,000 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചില കാര്യങ്ങൾ വൈൽഡ് ലൈഫ് ഓറിയൻറ്റഡ് ആയിരുന്നില്ല ഞങ്ങളുടെ ട്രെയിനിങ്. ഈ ഇപ്പോൾ പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യല്ലോ. എന്തായാലും ഇപ്പോൾ പാമ്പുകടി മരണങ്ങൾ കൂടുതലാകുന്നുണ്ട്. പ്രത്യേകിച്ചും ശംഖുവരയനുമൊക്കെ വീടിന് ചുറ്റും, വീടിനടുത്തൊക്കെ വരുന്നു, പിന്നെ വീടിനുള്ളിൽ കയറുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ വാർത്തയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്കിതിനെ നിയന്ത്രിക്കാനുള്ള മാർഗം? ഇത് വാസ്തവത്തിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. പാമ്പ് പിടുത്തക്കാരുടെ അഭിപ്രായമാണ് ഇവിടെ ടി വിയിലും പത്രത്തിലും ഒക്കെ വരിക. പാമ്പിനെ കണ്ട പാമ്പ് പിടിക്കുക എന്നുള്ളത് അതൊരു ഇതാണ്. പക്ഷേ നമ്മുടെ ഒരു പഴയ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മൾ പറയും, കാണണമെങ്കിൽ കണ്ണടയ്ക്കണം, വേണ്ടെങ്കിൽ പ്രതിഷ്ഠിക്കണം എന്ന് പറയും. കുടിയിരുത്തണം. കാണാൻ കണ്ണടയ്ക്കണം, വേണ്ടെങ്കിൽ കുടിയിരുത്തുക. അതായത് ഈശ്വരനെ കാണണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് നോക്കി ഈശ്വരനെ കാണും. ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടിട്ട് ഉള്ളിലെ ഈശ്വരനെ കാണാൻ പറ്റണം. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് കണ്ണടച്ച് പിന്നെ നോക്കണം. അങ്ങനെ അന്തര്യാമിനായിട്ട് ഈശ്വരൻ, അതാണ് കാണാൻ കണ്ണടയ്ക്കണം എന്ന് പറയുക. അപ്പോൾ കബീറിൻ്റെ ഒരു ദോഹയുണ്ടല്ലോ, കസ്തൂരിക്ക മുറുക് ഫിർ ഫിർ ഡുണ്ടേ കാസ്, ഉള്ളിൽ നിന്നുള്ള വാസന എന്താണെന്നറിയാണ്ട് പിന്നെ ഓടി ഓടി നടക്കണം, തേടി ഈശ്വരൻ ഉള്ളിലുണ്ട്, അത് കാണാതെ നടക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പാമ്പും അങ്ങനെയാണ്. നമുക്കിതിൻ്റെ ഉപദ്രവവും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളതിനെ കുടിയിരുത്തണം, അതിനിരിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. നേരത്തെ പറഞ്ഞ് ഏതൊരു മൃഗവും നല്ല താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണം കിട്ടി അവിടെ ഇരുന്നോളും. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലെ ഐതിഹ്യമാലയിലൊക്കെ പറഞ്ഞു, അന്നേ കാലം തൊട്ട്, പരശുരാമൻ്റെ കാലം തൊട്ട് പറയുകയാണ്, ഒരു 1/7 ഭൂമി ഈ കാടുകൾക്ക്, മൃഗങ്ങൾക്കായിട്ട്, നാഗങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ്. വലിയ തറവാടുകളിലൊക്കെ നിർബന്ധമായിട്ടൊരു കാവുണ്ടായിരുന്നു. അപ്പോൾ കാവിൻ്റെ ഗുണം എന്താ വെച്ചാൽ, കാവിലൊരു കുളമുണ്ടായിരിക്കും, അവിടെ ആരും പോകില്ല, ആ ചവറൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ എത്ര വേനൽക്കാലത്ത് ആ ചവറിൻ്റെ ഇടയിൽ ഒരു ഈർപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഈ പാമ്പുകൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസാണ്. ഇപ്പോൾ നമ്മളൊക്കെയാണ് മനുഷ്യർ, നമ്മൾ ഹോട്ട് ബ്ലഡഡാണ്, അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ്. നമുക്കൊരു മരുഭൂമി, ഇപ്പോൾ ഹിമക്കരടി ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അത് തന്നെയായിരിക്കും. ബൈ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഈ പാമ്പ് പോലത്തെ ഉരകങ്ങൾക്ക് കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് അതിന് വരും. അപ്പോൾ ജീവൻ പോകാണ്ടിരിക്കാൻ അതിന് ഇത്രയും ചൂട് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തണുപ്പ് തേടിപ്പോവും. അതുകൊണ്ടാണ് ചൂട് കൂടുമ്പോൾ തണുപ്പിന് വേണ്ടി ജീവൻ നിലനിർത്തുന്നതിനാണ് ഇത് വരുന്നത്. അല്ലാണ്ട് തണുപ്പ് ഇഷ്ടപ്പെട്ട് നമ്മൾ എ സിയിലിരിക്കുന്ന പോലെയല്ല, ഇല്ലെങ്കിൽ അവൻ ചത്തു. അപ്പോൾ അവൻ്റെ മരണഭീതി കൊണ്ട് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാണരക്ഷാർത്ഥം വരുന്നതാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ. എന്തുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുന്നു? ഇപ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുന്നത് എല്ലാം വെട്ടിക്കളയുക, ചുറ്റുപാടുള്ള ബുഷ് വെട്ടിക്കളയുക, തീയിടുക, കത്തിക്കുക, പാമ്പിനിരിക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 70കൾക്ക് ശേഷമാണ്, അത് പല ഐഡിയോളജിയുടെ ഇതുകൊണ്ടും ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കാവുകൾ വെട്ടിക്കളയും. 70കൾക്ക് ശേഷം കൂടുതൽ കാവുകൾ വെട്ടി ആവാഹിച്ച് വെക്കലൊക്കെ ഉണ്ടായത്. ഈ 70കൾക്ക് ശേഷമാണ് പാമ്പ് കടിയേറ്റ് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയത്. ഇപ്പോൾ ശരാശരി ഓരോ വർഷം 110, 120 വരെ ആയി. വാസ്തവത്തിൽ പാമ്പുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. ഇരിക്കാൻ സ്ഥലമില്ല, കാടില്ല, കാവില്ല, ഇങ്ങനെ ആക്കി. റോഡ് സൈഡിൽ വല്ല കാടും ഉണ്ടെങ്കിൽ തൊഴിലുറപ്പിലും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇരിക്കാൻ കാടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ മൃഗങ്ങൾ എവിടെ പോകും? പക്ഷേ നമ്മുടെ ശരിയായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു, ദൈവത്തിന് കയ്യബദ്ധം പറ്റിയിട്ടില്ല. എല്ലാ ജീവജാലങ്ങളോടും വേണം. ഓരോ പുൽക്കുടിക്ക് പോലും, പൂമ്പാറ്റയ്ക്ക് പോലും, പാമ്പായാലും പെരിച്ചാഴിക്ക് ആയാലും അതിനൊരു ആവാസപരമായിട്ടുള്ള, ഇക്കോളജിക്കലായിട്ടുള്ള, പരിസ്ഥിതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു റോള് നിർവഹിക്കാനുണ്ട്. അതിൻ്റേതായിട്ടുള്ള പങ്ക് നിർവഹിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരിക്കും, നമുക്ക് ആകെ കുഴപ്പമാകും. ഇപ്പോൾ ഭഗവത്ഗീത സൂത്രയമണികൾ എന്ന് പറയില്ലേ, ഒരു ചരടിൽ കോർത്ത വിവിധങ്ങളായിട്ടുള്ള മുത്തുമണികൾ പോലെ വിവിധ ജീവജാലങ്ങളെ കോർത്ത് ഈ ബയോസ്ഫിയർ നെറ്റ്വർക്ക് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലെല്ലാ ജീവജാലങ്ങളും വേണം. ഏതെങ്കിലും ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്കോസിസ്റ്റം താറുമാറാവും, അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവരില്ലാതെ, അതായത് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും മാത്രം, ഇത് കാണാൻ 10 പേര് വേണമെന്ന് പോലും അത്ര സെൽഫിഷാണ്. അപ്പം നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, ബാക്കി ജീവികൾ വേണ്ട എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത ഈ ജീവജാലങ്ങളോട്, പ്രകൃതി വിഭവങ്ങളോട് വന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആലോചിക്കേണ്ടത്, ഈ അവൻ്റെ ഇക്കോളജിക്കൽ റോള് നിർവഹിക്കാനായിട്ട് പാമ്പ് വേണം. ഇപ്പോൾ ഒരു 10-20 വീടുകളുള്ള പ്ലോട്ടുള്ള ഒരു കോളനിയാണെങ്കിൽ അവിടെ ഒരു പറമ്പ് ഇതുവരെ പ്രകൃതിക്കായിട്ട് നീക്കിയിടാം. ഇത് ആവശ്യമാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. പണ്ട് കാലത്ത് ആൾക്കാരാണെങ്കിൽ നീട്ടിയിടുമായിരുന്നു.
ഒരു പോർഷൻ അത് പ്രകൃതിക്കായിട്ട് ഇട്ടേക്കാണെന്ന് അവർ പറയും. അത് പാമ്പിന് അവരിരുന്നോട്ടെ, ഇത് നാഗങ്ങളുടെ മണ്ണാണ്. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ശാസ്ത്രം കേൾക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ അല്പജ്ഞാനം കൊണ്ടാണ്. ഫുള്ളായിട്ട് ഒരു ഇൻ്റഗ്രൽ നോളജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭാരതീയമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ആൻഡ് പ്രിസൈസാണ്. സൂക്ഷ്മതയുണ്ട്, സമഗ്രതയുണ്ട്. വിവിധ ബ്രാഞ്ചുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ സൂക്ഷ്മവും സമഗ്രമായിട്ടുള്ളൊരു ഭാവത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ പാമ്പിനൊരു കാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാവ് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ 6 തെങ്ങുണ്ട്, ഒരു തെങ്ങും തടഞ്ഞാൽ അതിനായിട്ട് വെച്ചേക്കണം. ഇപ്പോൾ 2ആയി അത്. അവിടെ നമ്മൾ ചവറൊക്കെ കൊണ്ടിടും, ഒന്നും ചെയ്യില്ല. അവിടെ നമ്മൾ ചവിട്ടുക കിളയ്ക്കുക ഒന്നും ചെയ്യില്ല. അവിടെ ഇത്തിരി കൂടുതൽ നനച്ചേക്കാം. നനച്ച് കഴിഞ്ഞാൽ ഈർപ്പം കൊണ്ട് അവരവിടെ നിൽക്കും. അപ്പോൾ ഈ പാമ്പ് പുറത്തേക്ക് വരില്ല. അപ്പോൾ എനിക്കറിയാം അവിടെ അപ്പോൾ അയൽപ്പക്കക്കാർ അവിടെ ഞാൻ അണലിയെ കണ്ടു, ഇഷ്ടംപോലെ പാമ്പുണ്ട്, ചേനത്തണ്ടനെ കണ്ടു എന്നൊക്കെ പറയും. ചേനത്തണ്ടുണ്ടാവും, അണലുണ്ടാവും, മൂർഖനുണ്ടാവും, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. കീരി ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ അവർ നമ്മളെ ഒന്ന് ഉപദ്രവിക്കുക, എലിയൻ സാധനങ്ങളെ പിടിക്കുകയും ചെയ്യും. ഇതുവരെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. വീട് പണിത ഉടനെയൊക്കെ ചിലപ്പോൾ പാമ്പ് വന്നിട്ട് ആ ജനലിൽ കൂടെയൊക്കെ നോക്കുമായിരുന്നു. അവിടെ കംപ്ലീറ്റ് നെറ്റിട്ടു. ഇതൊരു ഭയം സൃഷ്ടിച്ച് വെച്ചേക്കാണ്. ഈ ജീവജാലങ്ങളുടെ ഭയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണെന്നുള്ളൊരു അത്ഭുതമായിട്ട് അതിനെ നോക്കാമല്ലോ. അത് മണ്ണിൽ കൂടെ പോവില്ല. ചെവി ഇല്ലാണ്ട് ഇവിടെ ശബ്ദം അതിന് കേൾക്കാൻ സാധിക്കണം. നമ്മൾ ചവിട്ടിയെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും ഒരു അഡാപ്റ്റേഷൻ. അങ്ങനെ നോക്കി മൃഗത്തെ സ്നേഹിച്ചുകൊണ്ട് ഭയം സൃഷ്ടിക്കാതെ, പക്ഷേ ജാഗ്രത മതി, ഭയം വേണ്ട. ആ ജാഗ്രതയോടുകൂടി നമ്മൾ ഇരുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ 2 പാമ്പുണ്ട്. പാമ്പ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളവിടെ പോവില്ല, രാത്രി പോവില്ല. പകൽ നമുക്കുള്ള സമയം, രാത്രി അവനുള്ള സമയമാണ്. അവനെ ഇര തേടണം, അത്യാവശ്യം വേണം. പക്ഷേ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രാണികൾ, തവളയൊക്കെ വരും. അതിനാണ് പഴയ ആൾക്കാർ കാവുണ്ടാക്കിയിട്ട് വിളക്ക് കൊളുത്തി വയ്ക്കും. വിളക്ക് കൊളുത്തി തിരി കൊളുത്തി വയ്ക്കുമ്പോൾ പ്രാണികൾ വരും. പ്രാണികളെ തിന്നാൻ തവള വരും. തവളയെ പാമ്പിന് തിന്നാം. ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കണം, അനാവശ്യമായിട്ട് ഇവിടെ വരില്ല. അങ്ങനെ നമ്മൾ പാമ്പ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, പണ്ട് കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഒരു കൊല്ലം തെറ്റി, കൊല്ലത്തിലൊരിക്കൽ പൂജയൊക്കെ നടത്തുമല്ലോ. അപ്പോൾ വരുമ്പോൾ പാമ്പ് പുറത്തേക്ക് വന്നു. പാമ്പ് പുറത്തേക്ക് പറഞ്ഞാൽ അമ്മൂമ്മ പറയും, ഈശ്വര ഇത്തവണ വിളക്ക് നടത്തിയിട്ടില്ല, പാമ്പിന് ബലി നടത്തിയില്ല, അപ്പോൾ ഇത്തവണ ഒരു വിളക്കും പാമ്പും പൂജ ചെയ്തേക്കാന്ന് പറയും. ഉടനെ അവിടെ മഞ്ഞളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അത് തിന്നാൻ ഒരു സാധനമാകുമ്പോൾ അടുത്ത ജീവികൾ വരികയാണ്. പിന്നെ പാമ്പ് വരില്ല. ദർ ഇസ് എ സയൻസ്. അതിലൊരു ഫിലോസഫി ഉണ്ട്, സ്പിരിച്വലുണ്ട്, അപ്രോച്ചുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ഒരു ദർശനമുണ്ട്, ജീവിത രീതിയുണ്ട്, ധാരാളം നമുക്ക് പഠിക്കാൻ. ഇംപ്ലിസിറ്റ് വാല്യൂസ് ഉണ്ട്. ഓരോ പരമ്പരാഗതമായിട്ടുള്ള കർമ്മങ്ങളിലെല്ലാം അന്തർലീനമായിട്ടുള്ള ധാരാളം മൂല്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്, പക്ഷേ ഈസി ആയിട്ട് പറയാം. ഇപ്പോൾ പാമ്പിൻ്റെ അവിടെ തവളെ കല്ലെറിയുമ്പോൾ അമ്മ പറയുടെ കല്ലെറിയിൽ അമ്മയ്ക്ക് പനി വരും എന്ന് പറയും. അമ്മയ്ക്കും പനി, നമുക്കും പനി വരും. തവള ഇല്ലാണ്ടായ കൊതുക് പറ്റി വരും. അപ്പോൾ എല്ലാവർക്കും പനി വരും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പണ്ട് കാവിൻ്റെ നേരെ വിരൽ ചൂണ്ടാനും പോലും പാടില്ല. വിരൽ ചൂണ്ട 10 വിരൽ കടിക്കണം. ഇതെല്ലാം നമ്മുടെ വിശ്വാസം. പാമ്പ് ഈ ആവാസ വ്യവസ്ഥ ഈശ്വരൻ സൃഷ്ടിച്ചുള്ള ജീവജാലങ്ങളെ അതേപടി സംരക്ഷിക്കുന്നതിനായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര സാഹിത്യ പുരുഷൻ, അങ്ങനെ ചില ആൾക്കാർ, ഭൗതികമായിട്ടുള്ള നോളജ് കൂടുതലുള്ള ആൾക്കാർ പറയും നെസസറി ഈവിൽ എന്ന് പറയും. നെസസറി ഈവിൽ പോലും അല്ല അത്. നെസസറി ആയിട്ടുള്ള ആത്യന്തിക സത്യം മനസ്സിലായിട്ടുള്ള, പറയില്ലേ, ഭാരതക്ഷേത്രത്തിലെ ശ്രേഷ്ഠരാം ഋഷീശ്വരന്മാർ പാരിനുള്ള അടുക്കലിൽ പാർത്ത് കണ്ടറിഞ്ഞവർ, ആത്യന്തിക ജ്ഞാനം കൊണ്ട് അവർ അറിവിൻ്റെ അത്യുന്നത ശ്രേണിയിൽ നിന്നിട്ട് അവർ പറഞ്ഞു അവിടെ ഒരു കാവ് വേണം. ആ കാവുണ്ടെങ്കിൽ മൃഗം ഇങ്ങോട്ട് വരില്ല. മൃഗം വരില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാമ്പ് പിടുത്തക്കാർ പറഞ്ഞ പോലെ ഈ കോണി ചാരി വയ്ക്കൽ, വടി ചാരി വയ്ക്കൽ, വീടിനോട് ചേർന്ന് ചവറ് കൂട്ടിയിടൽ, ഓവ് അടയ്ക്കാണ്ടിരിക്കുക, അതിനൊരു എയർ ഹോൾ പോലെ പോണ സാധനങ്ങൾ വേണം. അങ്ങനെ അകത്തേക്ക് കയറാൻ ദ്വാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ചുറ്റുപാടും പാമ്പിനില്ലാത്ത, ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥ ഒരു നാട്ടിലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ 5 വർഷത്തിനകം 75,000-ലധികം പാമ്പിനെ പിടിച്ചു. 75,000-ലധികം, എത്ര പാമ്പാന്ന്. ഈ 75,000-ലധികം പാമ്പുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ജീവിച്ചിരുന്നു. ഈ കാർഷിക ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്നു. അവൻ തവളെ പിടിച്ചിരുന്നു, ഇര പിടിച്ചിരുന്നു, തുരപ്പനെ പിടിച്ചിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു. ദെയർ വാസ് എ ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ കാർഷിക മേളയിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള നിയന്ത്രണം, കീടനിയന്ത്രണം ഇവർ നടത്തിയിരുന്നു. അപ്പോൾ അനാവശ്യമായിട്ട് പാമ്പിൻ്റെ ഉപദ്രവം ഒഴിവാക്കാൻ, പാമ്പ് കടി ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന് പാമ്പിനെ മുഴുവൻ പിടിച്ചു മാറ്റുക എന്നുള്ളൊരു സിസ്റ്റം നല്ലതല്ല. അതാണ് തട്ടാൻ്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അപ്രകാരം മറ്റുള്ള ജീവജാലങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതല്ല. എങ്ങനെ കുഴപ്പമില്ലാണ്ട് ജീവിക്കാം. ഇവർക്ക് ആർക്കും ഒരു പാമ്പിനും മനുഷ്യനെ ഉപദ്രവിക്കണമെന്നില്ല. അതായത് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് മൊത്തം ചുട്ടുപൊള്ളുമ്പോൾ കാലാവസ്ഥയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കാലാവസ്ഥയിൽ ഇപ്പോൾ ശരാശരി 40 ഡിഗ്രി ആയിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുമ്പോഴും മഗ്ദ എന്ന സ്ഥലത്ത് 47 ഡിഗ്രിയാണ് ഉത്തർപ്രദേശിൽ. അത്രയും ഇതുണ്ടായി. ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശിൽ. അപ്പോൾ 47 ഡിഗ്രി വരെ ആയിക്കഴിഞ്ഞു ഭാരതത്തിൽ.
അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി ഉത്തരവാദിത്തമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചുറ്റുപാടും ഈ തണുപ്പ് കുറയാൻ AC വാങ്ങി വയ്ക്കാനല്ലാണ്ട് എന്തെങ്കിലും ഒരു 10 മരം ഞാൻ വച്ചിട്ടുണ്ടോ? അത് ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇവിടെ AC ഡിസ്കൗണ്ട് കൊടുക്കുക, ഇൻസെൻറ്റീവ് AC വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ 4 AC വെച്ച വീട്ടിൽ ചാർജ് കൂട്ടണം, AC ടാക്സ് കൂട്ടണം. AC ഇല്ലാത്ത വീട്ടിന് വേണമെങ്കിൽ ടാക്സ് കുറച്ച് കൊടുക്കണം. കാരണം AC ഇവൻ അന്തരീക്ഷത്തിന് അതിലുള്ള ടെമ്പറേച്ചർ എടുത്തിട്ട് പുറത്തേക്ക് വിടുകയാണ്. എക്സോസ്റ്റിൽ കൂടെ ചൂട്, ഈ ചൂട് ചുറ്റുപാടുള്ള ചൂടുകളാണ്. നമ്മുടെ നാട്ടിൽ വലിയ മണിമാളികളും ഷോപ്പിംഗ് മാളും ഒക്കെ കോംപ്ലക്സൊക്കെ വരുന്നതിനും നാട്ടിൽ ടെമ്പറേച്ചർ കൂടുകയാണ്. കാരണം ആവറേജ് നിന്നിൻ്റെ സ്ഥാനം എടുത്ത് പുറത്തേക്ക് വിടുകയാണ്, ഇവന് മാത്രമേ ഇരിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാർത്ഥത അല്ലാത്ത രീതിയിൽ ഇപ്പോൾ കാവുണ്ടെങ്കിൽ ആ കാവിൽ നിന്ന് ഓട്ടം 2 പൈപ്പ് അകത്തേക്ക് വെച്ച് ഇസ്രായേലിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. വീടിൻ്റെ ചുറ്റും 4-5 വീടുണ്ടെങ്കിൽ നടുവിലൊരു പ്ലോട്ട് നിറച്ചും മരങ്ങളൊക്കെ ആയിരിക്കും. മരങ്ങളിൽ നിന്നൊരു ട്യൂബ് എടുത്തിട്ട് ആ പൈപ്പ് റൂമിൽ നടുവിലത്തെ സിറ്റിംഗ് റൂമിലേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ചൂടാവുമ്പോൾ വായു മുകളിലേക്ക് പോകും. ഈ റൂമിൽ ചൂടാവുമ്പോൾ വായു, അപ്പോൾ 4-5 മരം നിൽക്കുമ്പോൾ അതിൻ്റെ തണുത്തായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് എയർ അങ്ങോട്ട് വരും. അപ്പോൾ ശുദ്ധവായു വരും. ക്ലൈമറ്റ് അമിലറേഷനാണ്, ചൂട് നിയന്ത്രിക്കാനും സാധിക്കും. അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ സംവിധാനമുണ്ട്. പരമ്പരാഗതമുള്ള ഇസ്രായേലിൻ്റെ രീതിയാണ്. നമ്മുടെ നാട്ടിൽ സുഷിരങ്ങളുണ്ടായിരുന്നു, ദ്വാരം ഉണ്ടായിരുന്നല്ല. നേരെ പറിച്ച് ഒരു ജീവിക്ക് വരാൻ പറ്റില്ല, അത് 90 ഡിഗ്രി തിരിച്ചും മറിച്ചുകൊണ്ട്. പക്ഷേ ആ സമയം കാറ്റ് വരും. അപ്പോൾ ചുറ്റുപാടും ധാരാളം മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു. ആ കാറ്റ് അങ്ങനെ വരുന്നൊരു സംവിധാനമായിരുന്നു. നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇപ്പോൾ രാമേശ്വരത്ത് പോലുള്ള ഒരിക്കലും ഭയങ്കര ചൂടല്ലേ, കടൽ തീരത്താണ്, നമുക്കൊരിക്കലും ചൂട് അനുഭവപ്പെടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉഷ്ണമില്ലല്ലോ, പഴയ തറവാട്ടുകളിൽ ഉഷ്ണമില്ല. വാസ്തു പ്രകൃതിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം നോക്കി എന്നിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രത്നച്ചുരുക്കം, നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മരമെങ്കിലും വയ്ക്കാൻ പറ്റിയാൽ, ഒരു കിളിക്കിരിക്കാനുള്ള ഒരു മരക്കൊമ്പുണ്ടെങ്കിൽ, ഒരു പാമ്പിനിരിക്കാനുള്ള ഒരു പൊത്തുണ്ടെങ്കിൽ അവനവിടെ ഇരുന്നോളും, അവനിങ്ങോട്ട് വരില്ല. അപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെയും പാമ്പ് വരരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പാമ്പ് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ 5 വർഷം കൂടെ 75,000 പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം ഭയങ്കരമായിരിക്കും. അവൻ എന്തുമാത്രം ജീവികളെ നിയന്ത്രിച്ചിട്ടുണ്ടായിരിക്കും. ജൈവപരമായ നിയന്ത്രണമൊക്കെ പോയല്ലോ, അതിൻ്റെ ഡബിളായിട്ട് മാറില്ല. മറ്റേ ഇരകൾ അത് തിന്നിരുന്ന എലികളും തുരപ്പന്മാരും പെറ്റുപെരുകി പ്ലേഗ് പോലത്തെ അസുഖം ഉണ്ടാക്കുമല്ലോ, ബാക്കി കീടങ്ങളുണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെയും കൊല്ലും. അങ്ങനെ അവസാനം ഇറിവേഴ്സിബിളായിട്ടുള്ളൊരു പൊസിഷൻ എത്തും. ഇപ്പോൾ തന്നെ ടെമ്പറേച്ചർ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെയായി. അപ്പോൾ ഈ സമീപനത്തിലൊരു മാറ്റം വേണമെന്നുള്ളതാണ്. അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് പാമ്പിനിരിക്കാൻ സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞാൽ ഒരു തെങ്ങിൻ മൂടെങ്കിലും പാമ്പിനായിട്ട് എടുത്തു വയ്ക്കുക, അവനവിടെ താമസിച്ചോളും. 10-20 വീട്ടുകാർ അല്ലെങ്കിൽ 30-40 വീടുണ്ടെങ്കിൽ ഒരു കാവ്, നാട്ടിൽ 1-2 കാവുകൾ വേണം. കാവ് നിർബന്ധമായിട്ട് കാവെന്ന് വിളിക്കാൻ മതപരമായിട്ടുള്ള പേടിയുണ്ടെങ്കിൽ ഒരു കുട്ടിവനം എന്ന് പേര് വിളിച്ചോട്ടെ. അപ്പോൾ കുട്ടിവനം നാട്ടിലെ വെള്ളം നിയന്ത്രിച്ചോളും, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിയന്ത്രിക്കും, ജലനിരപ്പ് നിയന്ത്രിക്കും, കാറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് വിടും, ഇൻസെക്റ്റുകളെ പിടിക്കാനുള്ള പക്ഷികൾക്ക് ജീവിക്കാൻ സാധിക്കും, പരാഗണം നടത്താനുള്ള പൂമ്പാറ്റകൾക്കൊക്കെ ഇതിൽ ജീവിക്കാൻ സാധിക്കും. ഇതിനെ നിയന്ത്രിക്കാം, ഈ തുരപ്പൻ എലിയൊക്കെ പിടിക്കാനുള്ള പാമ്പുകൾക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ജൈവപരമായിട്ടുള്ള ഒരു വൈസ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ ഈ പാമ്പ് പിടുത്തക്കാരെ വിളിച്ചു, അതായത് ഒരു അസുഖം വരുമ്പോൾ ഉടനെ സർജൻ്റെ അടുത്ത് കൊണ്ടുപോകണം. സർജനാകെ അവനെല്ലാം അറിയായിരിക്കും. ആ സർജൻ ചെയ്യുന്ന ഒരു സന്യാസി പോലെ ഇവന് ഗുണം ഉണ്ടാവണമെന്ന് വെച്ച് ചെയ്യുമായിരിക്കും. പക്ഷേ അയാൾക്ക് അറിയാവുന്ന വിദ്യ ഉടനെ കയറുക എന്നുള്ളതാണ്. അത് ചെയ്യാണ്. നമ്മളാരും ആദ്യം സർജൻ്റെ അടുത്ത് പോകില്ലല്ലോ. നമ്മളൊക്കെ ആദ്യം ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കി ഒരു രക്ഷയില്ല, അതുമാത്രം ഒരു രക്ഷയാണെന്ന് സർജറി ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് റിസോർട്ടാണ് ഇത്. ആദ്യം തന്നെ പാമ്പ് പിടിക്കുന്ന വിദ്യയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് സമീപനത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും മീഡിയക്കാരും നോക്കണം. ഈ പാമ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വിളിക്കേണ്ടതും ഉപദേശം തേടുന്നതും പാമ്പ് പിടുത്തക്കാരുടെ മാത്രമല്ല. പാമ്പ് പിടുത്തക്കാർ കുറ്റക്കാരല്ല, പക്ഷേ അവർ സ്പെഷ്യലൈസ്ഡ് പാമ്പ് പിടുത്തമാണ്. ഇതിൻ്റെ ഇക്കോളജിസ്റ്റുകളാണ് ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ നയം രൂപീകരിക്കേണ്ട ഇക്കോളജിസ്റ്റുകളാണ്. അത്തരത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരായിട്ട് ഇരുന്നിട്ട് മൊത്തം സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള സഹവർത്തിത്വം എന്ന് പറയും, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്. അതിനുള്ള വിദ്യ എന്താണെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ പരിസ്ഥിതി ദുരന്തങ്ങളും ഉണ്ടാകുന്ന ഈ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സെഗ്രിറ്റേറിയൻ ചിന്തയാണ്, ഒരു നാരോ മൈൻഡഡായിട്ട് ആ ഒരു വിഷയത്തെ മാത്രം. അപ്പോൾ ട്രബിൾ ഷൂട്ടേഴ്സ് പറയും, വളരെ ട്രബിൾ ഷൂട്ടേഴ്സിനോട് ചെയ്യാണ്. അപ്പോൾ ട്രബിൾ ഷൂട്ടേഴ്സ് ഈ പ്രകൃതിപരമായിട്ടുള്ള കാര്യത്തിൽ ട്രബിൾ ഷൂട്ടേഴ്സിനല്ല നമുക്ക് ആവശ്യം, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രജ്ഞൻ. ആ രീതിയിൽ സർക്കാരും വിവിധ ഏജൻസികളും നാട്ടുകാരും പരിസ്ഥിതി സംഘടനകളും NGOs എല്ലാം സഹകരിച്ചിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം, നമുക്ക് മുട്ടുശാന്തിയല്ല വേണ്ടത്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കിയിട്ട് ശരിക്കും വേണ്ടത് പാമ്പുകൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാക്കിയാൽ വേറെ പാമ്പിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മൾ നോക്കുക. കുട്ടിവനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയ കാവുകൾ ഉണ്ടാക്കുക. അതാണ് എൻ്റെ ഒരു
വിദഗ്ധമായുള്ള ഈ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അതാണ്.